ഇന്ന് നമ്മൾ ഇവിടെ പരാമർശിക്കാൻ പോകുന്നത് ഈ പേപ്പറിന്റെ ലാസ്റ്റത്തെ 2 യൂണിറ്റുകളാണ്. യൂണിറ്റ് 12ഉം യൂണിറ്റ് 13ഉം. അപ്പോൾ യൂണിറ്റ് 12 വന്നിട്ട് ഗ്ലോബലൈസേഷൻ ആണ്. അപ്പോൾ ഗ്ലോബലൈസേഷൻ എന്താണ്, അതിൻ്റെ അപ്രോച്ചസ് എന്താണ്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, സ്റ്റേറ്റ് സോവർണിറ്റിയിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, ന്യൂ വേൾഡ് എക്കോണമി എന്താണ്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, ഇതൊക്കെയായിരിക്കും ഇന്ന് പരാമർശിച്ചു പോവുക. അപ്പൊ ഇവിടെ ഗ്ലോബലൈസേഷനിൽ ഗ്ലോബലൈസേഷൻ വന്നപ്പോഴത്തേക്കും ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ആ ഓപ്പറേഷണൽ ഡയമെൻഷൻസിലും അതേമാതിരി വേൾഡിൽ തന്നെ പല വിധത്തിലുള്ള രാജ്യങ്ങളിൽ പല ഓപ്പർച്യൂണിറ്റീസ് വന്നു, പല ചാലഞ്ചസ് വന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ നോക്കി വരുമ്പോൾ എന്താണ് ഗ്ലോബലൈസേഷന്റെ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഡെഫിനറ്റ് ആയിട്ട് ഒരു ഡെഫിനിഷൻ ഇല്ല. പക്ഷെ ഇതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ഡൈവേഴ്സിറ്റി പല വിധത്തിലുണ്ടെങ്കിലും അതിനെ വെറൈറ്റി ആയിട്ട് എങ്ങനെയാണ് തിയററ്റിക്കലായിട്ടും പൊളിറ്റിക്കൽ പൊസിഷൻസ് ആയിട്ടും എടുത്തിട്ടുള്ളത് എന്നാണ് നോക്കുക. അപ്പൊ ഇവിടെ നമ്മൾക്ക് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ഗ്രൂപ്പ് ഉണ്ട്, NGOs എന്ന് പറയും. അവരുടെ ലോക്കൽ കൾച്ചറും അവരുടെ കോൺസെപ്റ്റ് ഗ്ലോബൽ കൾച്ചറിനെ പറ്റിയുമൊക്കെ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിക് സിസ്റ്റത്തിൽ അവരെങ്ങനെയാണത് ഫിറ്റ് ഇൻ ചെയ്യാന്നാണ് നോക്കിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് അണ്ടർസ്റ്റാൻഡിങ് സ്റ്റേറ്റിന്റെ, നമ്മൾ പ്രീവിയസ് ചാപ്റ്റേഴ്സിൽ സ്റ്റേറ്റിന്റെ വർക്കിനെ പറ്റിയൊക്കെ പഠിച്ചായിരുന്നു. ആ സ്റ്റേറ്റിന്റെ കൂടെയാണ് ഇതിന് വരുന്നത്. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക്, പൊളിറ്റിക്കൽ, കൾച്ചറൽ പ്രോസസ്സാണ്. ഇത് വേൾഡിൽ ഇങ്ങനെ ഇന്റർ കണക്ട് ചെയ്തും ഇന്റർ ഡിപ്പെൻഡന്റ് ആയിട്ടും ലീഡ് ചെയ്തിട്ട് ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നു. വേൾഡ് സ്പേസ് അല്ലെങ്കിൽ വേൾഡിൽ ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നു. ആ സിസ്റ്റത്തിൽ കൂടെ വൈഡനിങ് ആയിട്ടും ഡീപ്പായിട്ടും സ്പീഡിങ് അപ്പ് ആയിട്ട് എല്ലാ ലോകത്തിന്റെ എല്ലാ കണക്ഷൻസും ഒരു കണ്ടംപററി സോഷ്യൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ അങ്ങനെ വേണമെങ്കിൽ പറയാം. അത് കൂടാണ്ട് സാധാരണമായിട്ട് ഇതിൽ ആക്റ്റീവായിട്ട് വരുന്നത് നേഷൻ സ്റ്റേറ്റ്സ്, ഇൻഡിവിജ്വൽസ്, മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ക്രിമിനൽ ഓർഗനൈസേഷൻസ്, മാസ് മീഡിയ, ഇവരൊക്കെയാണ്, ഇത്രയും സോഴ്സസ് ആണ് ഇതിൽ ഇൻവോൾവ്മെന്റ്, പ്രോസസ് ഓഫ് ഗ്ലോബലൈസേഷനിൽ ഇൻവോൾവ്മെന്റ് വരുന്നത്. അപ്പൊ ആ ഗ്ലോബലൈസേഷൻ, ലോക്കലൈസേഷൻ, യൂണിഫിക്കേഷൻ ആൻഡ് പോളറൈസേഷൻ, ഇന്റഗ്രേഷൻ, മാർജിനലൈസേഷൻ, ഇതൊക്കെ വരുമ്പോഴത്തേക്കും അമേരിക്കനിസം, വെസ്റ്റേണിസം, അങ്ങനെയാണ് ഇതിങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കുമ്പോൾ ഗ്ലോബലൈസേഷൻ വന്ന കാരണം ഒരു പാറ്റേൺ, ഒരു സ്റ്റേറ്റിന്റെ എഫക്റ്റ്, എങ്ങനെയാണ് ഒരു സ്റ്റേറ്റിനെ എഫക്ട് ചെയ്യുന്നത്, അതിന്റെ 15ാം നൂറ്റാണ്ടിൽ 15ാം സെഞ്ചുറിയിൽ ഇന്റേണൽ പോളിറ്റിക്സ് ആണ് എഫക്ട് ചെയ്തിരിക്കുന്നത്. ഇന്റർനാഷണൽ ഇവന്റ്സും ഡെവലപ്മെന്റ്സും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു റൂട്ട് അല്ലെങ്കിൽ സൊസൈറ്റി ഓഫ് സ്റ്റേറ്റ്സ്, ഇന്റർനാഷണൽ ലോ, ഇതൊക്കെ വരുന്നത് കോപ്പറേഷനും കോ എക്സിസ്റ്റൻസിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നാണ് അർത്ഥം. അപ്പോ ഇവിടെ നമ്മൾ ഫൈനാൻഷ്യൽ ഗ്ലോബൽ ഇന്ററാക്ഷനും ഫൈനാൻഷ്യൽ ഫ്ലോസും ഒക്കെ എടുത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസും അവരുടെ ട്രാൻസ് ഗവൺമെന്റൽ ആക്ഷനും ഗ്ലോബൽ ആയിട്ടുള്ള മിലിറ്ററി ഓർഡറും ഡിഫൈൻ ചെയ്ത് ജോഗ്രാഫിക്കലി എങ്ങനെയാണോ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, അത് ഡിസ്റ്റൻസ് പൊളിറ്റിക്സിൽ എത്ര എന്നുള്ളതൊക്കെ നമ്മൾക്ക് നോക്കേണ്ടി വരും. അതേമാതിരി ഇക്കണോമിക്സും അതേമാതിരി യുദ്ധം, വാറ് ഡ്യൂ ടു പ്രൊലിഫറേഷൻ, കമ്പ്യൂട്ടേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മൈക്രോ ഇലക്ട്രോണിക് ടെക്നോളജീസ് യൂസ് ചെയ്തു, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നു. അങ്ങനെ ഒരു എക്സ്പാൻഷനാണ്. നമ്മൾ വേണമെങ്കിൽ പറയാം ഇതിനെ ഒരു ക്യാപിറ്റലിസ്റ്റ് എക്സ്പാൻഷൻ, വേൾഡിൽ കാണുന്ന ഒരു എക്സ്പാൻഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നമ്മൾ അല്ലെങ്കിൽ ഫസ്റ്റ് ഹിസ്റ്റോറിക്കലായിട്ട് നമുക്ക് യൂറോപ്യൻ ക്യാപിറ്റലിസം നടപ്പിലാവുന്നത് 16ാമത്തെ സെഞ്ചുറിയിലാണ്. അതായത് മെഗലൻ എന്ന് പറഞ്ഞ നാവിഗേഷൻ ചെയ്യുന്ന ഫസ്റ്റ് അറൌണ്ട് ദ എർത്തിനെ ഒരു മെഗലന്റെ റൂട്ട് എന്ന് തന്നെ പറയുന്നുണ്ട് ജോഗ്രഫിയിൽ.
1519 മുതൽ 21 വരെയുള്ള ആ സർക്കം നാവിഗേഷൻ ആണ്, അതാണ് റൂട്ട് വരുന്നത്. അപ്പൊ അവിടെ എക്സ്പാൻഷൻ വരുന്നുണ്ട്. വേൾഡിന്റെ ട്രേഡും ഇൻവെസ്റ്റ്മെന്റും 19ാം നൂറ്റാണ്ടിൽ നമ്മൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാണുന്നു യൂറോപ്പില്. 18th സെഞ്ചുറി ആൻഡ് 19th സെഞ്ചുറി ആണ് അത്. അവിടെ യൂറോപ്യൻ ഇൻഡസ്ട്രിയൽ റവല്യൂഷനിൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എല്ലാം വന്ന് മെഷീൻസ് കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക. ആ മെഷീൻസിന്റെ പ്രൊഡക്ഷൻ കാരണം അവരുടെ ട്രേഡ് ഇൻക്രീസ് ആവുന്നു. അങ്ങനെയാണ്. പിന്നെ അതിനെ ട്രേഡിനെ വിൽക്കാൻ വേണ്ടിയിട്ട് പല കോളനികൾ ഉണ്ടാകും. അപ്പൊ ഇതൊക്കെ ചെയിൻ റിയാക്ഷനിൽ വരികയാണ്. ഗ്ലോബലൈസേഷൻ വരുന്നു, അത് കഴിഞ്ഞിട്ട് ഇൻഡസ്ട്രിയലൈസേഷൻ കാണുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊളോണിയലിസം കാണുന്നു. അപ്പൊ ഈ ട്രേഡ്, അതായത് ട്രേഡ് നടത്തണം എന്നുള്ള ഒരു പർപ്പസിലാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് കോളനികൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് കാണാൻ വരുന്നത് എപ്പോഴാ വെച്ചാൽ ഫസ്റ്റ് വേൾഡ് വാർ ടൈമിൽ ആന്റി ഫ്രീ ട്രേഡ് പ്രൊട്ടക്ഷൻ വരുമ്പോഴത്തേക്കും ഒരു ഡിപ്രഷൻ വരുന്നുണ്ട്. ഗ്രേറ്റ് ഡിപ്രഷൻ എന്നാണ് അതിന് പേര്. 1930. രണ്ടാമത്തെ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ക്യാപിറ്റലിസവും അതിന്റെ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസും MNCs അവരുടെ ഇന്റർനാഷണലൈസ്ഡ് പ്രൊഡക്ഷനും ഇൻക്രീസ് ആവുന്നു. അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്നത് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് ആണ്. ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് വഴി ഇവിടെ ഉള്ള റേറ്റ്സ്, എക്സ്ചേഞ്ചിലുള്ള റേറ്റ്സും അതിന്റെ 1970 റൈസ് ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ. ഇത് കൂടാണ്ട് നമ്മള് ഡീകോളനൈസേഷൻ ചെയ്തു വരുമ്പോൾ, അതായത് കോളനികൾ മാറി സ്വന്തം രാജ്യത്തിന്റെ ഫ്രീഡം മേടിച്ച ശേഷം ന്യൂ വേൾഡ് ഓർഡർ വരുന്നുണ്ട്. അപ്പോൾ അവിടെയും നമുക്കൊരു ഗ്ലോബലായിട്ട് ഒരു ചേഞ്ചസ് കാണുന്നു. പിന്നെ ലേറ്റർ ഓൺ നമുക്ക് കാണാം ഒരു ബെർലിൻ വാളിന്റെ കൊളാപ്സ്, അതായത് സോവിയറ്റ് യൂണിയൻ കൊളാപ്സ് ചെയ്യുന്നത് ബെർലിൻ വാൾ ഉടച്ച ശേഷമാണ്. അതിനുശേഷം ഒരു കോൾഡ് വാർ, അതായത് ക്യാപിറ്റലിസം ഉള്ള യൂറോപ്യൻ കൺട്രീസിലും സോഷ്യലിസം മെയിൻറ്റെയിൻ ചെയ്യുന്ന സോവിയറ്റ് യൂണിയനിലും പരസ്പരം ഒരു കോൾഡ് വാർ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഗ്ലോബലൈസേഷൻ ഒരു റിയാലിറ്റി ആയിട്ട് എല്ലാവർക്കും ഓൾ ഓവർ ദ വേൾഡിൽ അത് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഇനി നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് എന്താ വെച്ചാല് അപ്രോച്ചസ് ആണ്. എങ്ങനെയാണ് ഗ്ലോബലൈസേഷനിലേക്ക് ഓരോരുത്തർ അപ്രോച്ച് ചെയ്തെന്ന്. അപ്പൊ അപ്രോച്ചസിൽ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം ഹൈപ്പർ ഗ്ലോബലിസ്റ്റ് ആണ്. അപ്പൊ അവരുടെ അക്കൗണ്ട് ഓഫ് ഗ്ലോബലൈസേഷൻ, അതിന്റെ സെൻട്രലൈസേഷൻ, അത് സെൻട്രലി റിവേഴ്സിബിൾ പ്രോസസ്സ്. പിന്നെ നമുക്ക് വേറെ ഒരു കാര്യം പറയാനുള്ളത്, അൺനാച്ചുറൽ ആയിട്ട് ഇമ്പോസിബിൾ ബിസിനസ് യൂണിറ്റ്സും ഗ്ലോബൽ എക്കോണമിയും വരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുന്നത് എന്താന്ന് വെച്ചാല് ബോർഡർലെസ് എക്കോണമിയാണ്. നാഷണൽ ഗവൺമെന്റ്സും അതേമാതിരി ട്രാൻസ്മിഷൻ ബെൽറ്റ്സും ഗ്ലോബൽ ക്യാപിറ്റലിലും സിമ്പിൾ ഇന്റർമീഡിയറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി സാൻഡ്വിച്ച് ആയിട്ടുള്ള ഒരു പ്രോസസ്സിൽ കൂടിയാണ് പോകുന്നത്. കൂടാതെ ഇന്റർനാഷണൽ മാർക്കറ്റ്സ്, മൾട്ടിനാഷണൽ കമ്പനീസ്, അവരൊക്കെ വരുമ്പോഴത്തേക്ക് ആ ഫോഴ്സ് അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് പോവാണ് വേൾഡിലേക്ക്. പവറാണ്, സ്റ്റേറ്റിന്റെ പവർ അങ്ങോട്ട് കുറഞ്ഞു വരുന്നു. കാരണം ബിസിനസിന്റെ കൺട്രോളിൽ വരികയാണ് നമ്മള്. അപ്പോ ഇതിലെ എക്കണോമിക് ഗ്ലോബലൈസേഷനില് ഒരു പുതിയ ഒരു സെറ്റപ്പ്, സോഷ്യലും പൊളിറ്റിക്കലും ഓർഗനൈസേഷൻസ് ഉണ്ടാവും, ഇന്റർനാഷണൽ സിവിൽ സൊസൈറ്റി ഉണ്ടാവും, അതേമാതിരി സൂപ്പർ സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇതെല്ലാം കൂടെ ട്രഡീഷണലി നേഷൻ സ്റ്റേറ്റ് എന്നുള്ള ഒരു ലെവലിലേക്ക് വരികയും അവിടെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ധനപരമായും രാഷ്ട്രീയമായും ഒരു വേൾഡ് സൊസൈറ്റി ഉണ്ടാവുന്നു. അപ്പോൾ നമ്മൾ കാണാൻ ശ്രമിച്ചത് എന്താ വെച്ചാൽ ഇവിടെ ഓൾഡ് നോർത്ത് സൗത്ത് ഡിവിഷൻ, അവിടെ അത് പെരിഫറി ലെവലിൽ ഇന്റർനാഷണൽ റിലേഷൻസ് വരികയാണ്. പിന്നെ എക്കണോമിക് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ ഓർഡർ എമർജ് ചെയ്ത് വരുന്നുണ്ട്. ഈ സിസ്റ്റത്തിൽ കൂടെയൊക്കെ വരുമ്പോൾ വെൽഫെയർ പോളിസീസ് ഉണ്ടാവും. അതായത് പഴയ രാജ്യത്തിന്റെ സ്റ്റേറ്റിന്റെ വെൽഫെയർ പോളിസീസും
സോഷ്യൽ ഡെമോക്രാറ്റിക് മോഡൽസും ഒക്കെ ഒരു ഉപയോഗശൂന്യമായി പോയിക്കൊണ്ടിരിക്കുന്നു. ഈ പുതിയതായിട്ടുള്ള ഇന്റർനാഷണൽ എലൈറ്റ് ആയിട്ടുള്ള ഒരു നോളജ് സൊസൈറ്റി, ഒരു നോളജ് ക്ലാസ് വരുമ്പോഴത്തേക്കും ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ മാർജിനലൈസേഷൻ വരുന്ന വേൾഡിന്റെ കൺസ്യൂമറിസ്റ്റ് ഐഡിയോളജി അത് വ്യത്യാസം വരുന്നു. ട്രഡീഷനിൽ വ്യത്യാസം വരുന്നു, ഗ്ലോബൽ കോമൺ ഐഡന്റിറ്റിയിൽ വ്യത്യാസം വരുന്നു, മാർക്കറ്റ്സിൽ വ്യത്യാസം വരുന്നു. അങ്ങനെ ഒരു റീകൺഫിഗറേഷൻ ആണ് ഹ്യൂമൻ ആക്ഷനിൽ നടക്കുന്നത്. ഇനി കൂടാണ്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഈ നെഗറ്റീവായിട്ടുള്ള സംശയാലുക്കളായ സെപ്റ്റിക്സിന്റെ ഗ്ലോബലൈസേഷൻ, അവർക്ക് എപ്പോഴും ഇതൊരു ഹൈപ്പർ ഗ്ലോബലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു മിഥ്യയാണ്, ഒന്നും ഇല്ലാത്തതാണെന്ന് ഒരു അഭിപ്രായക്കാരാണ്. അപ്പോൾ ഇവിടെ ഇന്റർ ഡിപ്പെൻഡൻസ് ഉണ്ട്. അതേമാതിരി ഇപ്പൊ ഉള്ള മാതിരിയല്ല, 19ാം നൂറ്റാണ്ടിലാണ് ഗ്രേറ്റർ ഇൻക്രീസ്, ട്രേഡ് കൂടുതലാണ്, ബിസിനസ് കൂടുതലാണ്, ലേബറിന്റെ ഫ്ലോ കൂടുതലാണ്, എക്കണോമിക് പരസ്പരം ധനപരമായി ഇന്റർഡിപ്പെൻഡൻസ് കൂടുതലാണ്, ഇന്റഗ്രേഷൻ കൂടുതലാണ് ഇന്റർനാഷണൽ സിസ്റ്റത്തിലേക്ക്. അപ്പോൾ നമ്മൾ ആർഗ്യൂ ചെയ്യുന്ന എന്താ വെച്ചാല്, ഗ്ലോബലൈസേഷൻ അറ്റ് ഹയർ ലെവൽസ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. എക്സ്പാൻഷൻ കൂടി വരുന്നു, യൂറോപ്യൻ യൂണിയൻ കൂടി വരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾക്ക് കാണാൻ പറ്റുന്നത് മുഴുവനും അവരെങ്ങനെ മനസ്സിലാക്കുന്നു, അവരെങ്ങനെ പൊളിറ്റിക്കൽ പവറിനെ, സ്റ്റേറ്റിന്റെ പൊളിറ്റിക്കൽ പവറിൽ അത് അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇനി ഫോഴ്സസ്, അതായത് ഗ്ലോബലൈസേഷൻ കാരണം ഈ ഫോഴ്സസ് മാത്രം നോക്കുകയാണെങ്കിൽ എത്ര ആൾക്കാരാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. റെഗുലേറ്ററി പവർ ഓഫ് നാഷണൽ ഗവൺമെന്റിൽ എത്ര പേര് ഡിപ്പെൻഡ് ചെയ്യുന്നു, ലിബറലൈസേഷൻ ഉണ്ടോ, പ്രൈവറ്റൈസേഷൻ ഉണ്ടോ, ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അങ്ങോട്ട് പറഞ്ഞു പോവുകയാണ് ഗ്ലോബലൈസേഷനിൽ. ഡിറ്റർമിനിങ് ചെയ്യുന്നത് എന്താണ് കാര്യം, സ്റ്റേറ്റിന്റെയും ഇൻക്രീസിംഗ്ലി കൂടി വരികയാണ്. ഇന്റർഡിപ്പെൻഡന്റ് വേൾഡിൽ ഇന്റർഡിപ്പെൻഡൻസ് കൂടി വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ഉണ്ട് നാഷണൽ കൺട്രോളിൽ. ഗ്ലോബലൈസേഷൻ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് പോവുകയാണ് മൾട്ടി ലാറ്ററൽ ഇക്കണോമിക്കില്. അതായത് USA പോസ്റ്റ് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അത് അങ്ങനെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ കാണാൻ പറ്റുന്നത് മുഴുവനും വാറിന് ശേഷമുള്ള വേൾഡ് ട്രേഡ്, ഇൻവെസ്റ്റ്മെന്റ്, വെസ്റ്റേൺ സ്റ്റേറ്റ്സിന്റെ മൊണോപ്പൊളി, ക്യാപിറ്റൽ മൊണോപ്പൊളി ചെയ്യാം. അതുകൂടാണ്ട് ഈ സംശയാലുക്കൾക്ക് വേറെ ഒരു കാര്യം, റീകൺസ്ട്രക്ഷൻ ചെയ്യുന്ന വേൾഡ് എക്കണോമി അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ട്രേഡും ഇൻവെസ്റ്റ്മെന്റും ഒന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതെപ്പോഴും നോർത്തിനെ ഫേവർ ചെയ്യുന്നു, അല്ലെങ്കിൽ സൗത്തിന് അത് കിട്ടുന്നില്ല എന്നുള്ള ഒരു ഇൻഇക്വാളിറ്റീസ് ഈ രണ്ട് ഏരിയയിൽ ഉണ്ടെന്നുള്ളൊരു തോന്നല് കൂടുതലാണ്. ഓൾഡ് ഇന്റർനാഷണൽ ഡിവിഷൻസിൽ ഈ തോന്നല് കൂടുതൽ വരികയാണ്. അതേസമയം ഈ ഒരു റൈസിങ് ഇൻഇക്വാലിറ്റീസ്, അതായത് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഈക്വൽ അല്ലാത്ത ഒരു ഫണ്ടമെന്റലിസം, ഒരു എത്നിക് ആയിട്ടുള്ള റീഅഷുറൻസ് ഇല്ല, അഗ്രസീവ് ആയിട്ടുള്ള നാഷണലിസം, ഇതെല്ലാം കൂടെ വേൾഡ് സിവിലൈസേഷനും ഇന്റർനാഷണലിസത്തിലേക്കും വന്ന് എത്തിപ്പെടുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഈ ട്രാൻസ്ഫർമേഷൻ, അതായത് ബാലൻസ് ട്രാൻസ്ഫർമേഷൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഗ്ലോബലൈസേഷൻ വന്നിട്ട് ട്രാൻസ്ഫോമിങ് ദ വേൾഡ് ആണ്, വേൾഡിനെ മാറ്റിയെടുക്കുന്നു. എന്ത് ഫോഴ്സ് ആയിട്ട്? ബിഹൈൻഡ്, അതല്ലെങ്കിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സോഷ്യൽ, പൊളിറ്റിക്കൽ, ഇക്കണോമിക് ചേഞ്ചസിനെ റീഷേപ്പിംഗ് ചെയ്യുന്ന ഒരു ഓർഡർ ആയിട്ട് മാറി വരികയാണെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇനി ലോങ് ആയിട്ടും ക്ലിയർ ആയിട്ടും ഡിസ്റ്റിങ്ഷൻ പറയുകയാണെങ്കിൽ ഇന്റർനാഷണൽ, ഡൊമസ്റ്റിക്, എക്സ്റ്റേണൽ, ഇന്റേണൽ, ഇതിലൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മാസീവ് ആയിട്ടൊരു ഷേക്ക് ഔട്ട് ആണ്, ഒരു സൊസൈറ്റീനെ ഒന്ന് കുലുക്കി എടുക്കുക എന്നുള്ള ഒരു ഓർഡറിലേക്കാണ് നമ്മൾ വന്നെത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് ശേഷമായിട്ട് നമ്മൾ കാണുന്നത് എന്താ വെച്ചാല്, ഗ്ലോബൽ ഒരു ഫിക്സഡ് ടൈപ്പ് ഇല്ലാണ്ട് ട്രാൻസ്ഫോർമേഷനലിസ്റ്റ് എന്ന് പറയും അവര്. അവർ ചെയ്യുന്നത് എന്താണ്, ഗ്ലോബലൈസേഷനെ ലോങ് ടേം ഹിസ്റ്റോറിക്കൽ പ്രോസസ്സിലേക്ക് കൊണ്ടുവരുന്നു. സിഗ്നിഫിക്കന്റ് ആയിട്ട് അതിന്റെ ഫാക്ടേഴ്സ് ഒക്കെ നോക്കുകയും അതിനെ ഗ്ലോബൽ ഇക്കണോമിക്, പൊളിറ്റിക്കൽ, മിലിറ്ററി, ടെക്നോളജിക്കൽ, കൾച്ചറൽ ഫ്ലോസ് എല്ലാം ഹിസ്റ്റോറിക്കലി അൺപ്രസിഡന്റ് ആയിട്ട് മാറ്റുകയാണ്. അപ്പൊ ഇവിടെ
ആർഗ്യൂ വരുമ്പോൾ, വേൾഡ് വൈഡ് ആർഗ്യുമെന്റ് വരുമ്പോൾ അവിടെ ഫങ്ഷണലി ലാർജർ ഗ്ലോബൽ സിസ്റ്റം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ദിസ് ഡസ് എന്താ പറയുക, അറൈവൽ ഓഫ് ഗ്ലോബൽ സൊസൈറ്റി, rational globalization associated with the new patterns of stratification എന്ന് പറഞ്ഞാൽ വകുത് ഓരോ സ്ട്രാറ്റജി അനുസരിച്ച് മാറ്റി സ്റ്റേറ്റ് വേറെ സൊസൈറ്റി വേറെ എന്നുള്ള സ്ട്രാറ്റിഫിക്കേഷൻ കൊണ്ടുവരികയാണ്. ഇനി നമ്മള് കോറായിട്ട് ഗ്ലോബലൈസേഷനെ പറ്റിയുള്ള ഒരു ചർച്ചകൾ നടക്കും, ഡിബേറ്റ് നടക്കും. ആ ഡിബേറ്റിൽ കൂടെ റീകൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പവർ ഫങ്ഷൻ അതോറിറ്റി, നാഷണൽ ഗവൺമെന്റിന്റെ പവർ ഫങ്ഷൻ അതോറിറ്റിനെയാണ് റീ എഞ്ചിനീയറിംഗ് ചെയ്ത് അതിനെ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ ഇവിടെ ഈ അൾട്ടിമേറ്റ് ആയിട്ട് ലീഗൽ ക്ലെയിം എന്താ, ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സൂപ്രമസി കൊണ്ടുവരിക. ഏതൊക്കെ ടെറിട്ടറി ആയാലും അതിനെ ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള സൂപ്രമസി കൊണ്ടുവരിക, ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇന്റർനാഷണൽ ഗവൺമെന്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂറോപ്യൻ വേൾഡിലും യൂറോപ്യൻ യൂണിയനിലും വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിലും സോവറിൻ പവർ ആയിട്ട് നമ്മൾ കാണുന്നത് ഒരു നാഷണൽ, ലോക്കൽ ആൻഡ് ഇന്റർനാഷണൽ അതോറിറ്റീസ് ആണ്. അപ്പോ ഈ ഗ്ലോബലൈസേഷൻ ഒരുമിച്ച് വരുമ്പോൾ, അസോസിയേറ്റ് ചെയ്ത് വരുമ്പോൾ ട്രാൻസ്ഫോർമേഷനും അൺബണ്ടിലിംഗ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്, സോവർണിറ്റി ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ടെറിട്ടോറിയൽ ഭൂഘട്ട പ്രകാരം സ്റ്റേറ്റിന്റെ പവർ, ഇതിലൊക്കെ അവരുടെ റിലേഷൻഷിപ്പാണ് നോക്കി വരുന്നത്. ഇവിടെ ഡിസ്പ്ലേസ് ചെയ്ത് കൺസെപ്ഷൻസ് നോക്കുമ്പോൾ അബ്സല്യൂട്ട് ആയിട്ട് ഇൻഡിസിബിൾ ആണ്. ഇനി സ്റ്റേറ്റ് പവറും ടെറിട്ടറി ലെവലിൽ നോക്കുകയാണെങ്കിൽ ഒരു ഡിഫറെന്റ് വ്യൂ പോയിന്റിൽ കൂടെ നോക്കുന്നു. നമ്മൾ ഒരു നിയോ മാർക്സിസ്റ്റിന്റെ വ്യൂ പോയിന്റിൽ കൂടെ നോക്കുകയാണെങ്കിൽ എന്ത് കാണാൻ പറ്റും? കാണാൻ പറ്റുന്നത് പുതിയതായിട്ടുള്ള ഇമ്പീരിയലിസം, അതായത് ന്യൂ ഫോം ഓഫ് ഇമ്പീരിയലിസം വേണമെങ്കിൽ പറയാം. അതിങ്ങനെ എക്സ്റ്റൻഷൻ ചെയ്ത് വരുന്നു, നിയോ ലിബറൽ കൺസർവേറ്റീവ് പോളിസിയിലേക്ക് വരികയാണ്. അതാണ് വെസ്റ്റേൺ കൺട്രികൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഓൺ എക്കോണമി വന്നിട്ട് ഓവറോൾ വന്നപ്പോൾ ഗ്ലോബൽ ഡിപ്രഷൻ വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഓയിൽ ക്രൈസിസ് ഉണ്ടാവുന്നു. 1970-ഉം 80-ലും ഓയിൽ ക്രൈസിസ് ഉണ്ടാവും. അപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് ഒരു ഡിപ്രഷൻ വരുന്നു. ആ ഡിപ്രഷനിൽ കൂടെ ഈ പോളിസികൾ അഡ്വാൻസ്ഡ് കൺട്രീസ് അവര് ഡെവലപ്പിംഗ് കൺട്രീസ് ആയ ചെറിയ കൺട്രികളെ സഹായിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല. അതേമാതിരി തന്നെ അവരെന്താ ചെയ്ത് പ്രഷറൈസ് ചെയ്യും. ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഇന്റേണലി അല്ല എക്സ്റ്റേണല്, അതിനെയാണ് പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എക്കോണമീസ് നോക്കുമ്പോൾ ഫോഴ്സസ് ഓഫ് ഗ്ലോബലൈസേഷൻ അത് അവർക്ക് ബെനിഫിറ്റ് ആണ്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഡെവലപ്പിംഗ് വേൾഡ് ആണ്. ഡെവലപ്പിംഗ് വേൾഡ് എന്ന് പറഞ്ഞാൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന വേൾഡ് ആണ്. അപ്പൊ അവർക്ക് അവിടെ ഗ്ലോബലൈസേഷൻ വന്ന ശേഷം ഒരു ഡെബിറ്റ് ക്രൈസിസ് ആണ് കാണുന്നത് 1980-ൽ. അത് പോയി അവസാനിക്കുന്നത് ഒരു സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാമിലാണ്, SAPs എന്ന് പറയും. അതിൽ കൂടെ ഡ്രൈയിങ് അപ്പ് എന്തൊക്കെ ബോറോ ചെയ്ത് അടുത്ത മൾട്ടിനാഷണൽ കമ്പനികളിൽ നിന്നും ബാങ്കിൽ നിന്നും ബോറോ ചെയ്ത് ഹെവി ആയിട്ട് ബോറോ ചെയ്യാണ് പെട്രോൾ ഡോളേഴ്സ്. അതിനെ ഇവർക്കപ്പോ ഡെപ്റ്റ്സ് വരുമ്പോഴത്തേക്കും ബാക്കിയുള്ളത് കൺട്രികൾക്ക് കൊടുക്കാൻ പറ്റാത്ത വിധത്തിൽ ആയി പോകുന്നു. മെക്സിക്കോയില് 1882-ൽ കണ്ടീഷണാലിറ്റീസ് കൊണ്ടുവരാണ് IMF, ദാറ്റ് ഈസ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അതേമാതിരി മൾട്ടിലാറ്ററൽ ഫണ്ട്സ്. ഇപ്പൊ ബോറോയിങ് കൺട്രീസിനെ പുഷ് ചെയ്ത് നിർബന്ധിച്ച് SAP, അതായത് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാംസ്, അതിൽ ഇൻവോൾവ് ചെയ്യിച്ച് അവരുടെ സ്റ്റേറ്റസിനെ ഒന്ന് ട്രേഡിൽ കൊണ്ടിരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇനി പൊളിറ്റിക്കൽ ഫീൽഡിൽ നോക്കിയാലോ കണ്ടീഷണാലിറ്റീസ് കൂടി വരികയാണ്. അതിൽ നോക്കുകയാണെങ്കിൽ ഡെമോക്രസി ഒരു ജനാധിപത്യം മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും അതേമാതിരി നല്ല ഗവൺമെന്റ് കൊടുക്കാനും നല്ല ഹ്യൂമൻ റൈറ്റ്സ് കൊണ്ടുവരാനും ഒക്കെ ഇത്തിരി കോമ്പറ്റീറ്റീവ് ആയ മാർക്കറ്റിംഗ് ഫോഴ്സസിന്റെ ആവശ്യമുണ്ട്. വെൽഫെയറിസം ഡെവലപ്പിംഗ് സ്റ്റേറ്റ്സിൽ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഗ്രേറ്റർ ലെവലിലുള്ള ക്ലാസും റീജിയണൽ ആയിട്ടുള്ള ഇൻഇക്വാളിറ്റീസും ഉണ്ട്. അതിനെ സ്മോളർ ഫാംസിലും അഗ്രികൾച്ചർ ലേബറിലും സ്മോളർ ഇൻഡസ്ട്രിയലൈസും വരുന്ന ഇമ്പാക്റ്റ് ആയിട്ട് ഗ്ലോബലൈസേഷനിൽ വരുന്നു.
പിന്നെ ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കോട്ടൺ ഫാർമേഴ്സ്, നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയാണ്. അവിടെ ആന്ധ്രാപ്രദേശിലെ കോട്ടൺ ഫാർമേഴ്സ് സൂയിസൈഡ് ചെയ്യുന്നു. കാരണം അവർ ബാങ്കിൽ നിന്നും പണം മേടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ഒരു സിസ്റ്റം വരുമ്പോഴത്തേക്കും അവരുടെ ബാങ്കിന്റെ ആക്ടിവിറ്റി തുടങ്ങും, അവർക്ക് അത് മാനസികമായിട്ട് പ്രശ്നം വന്ന് അവർ സൂയിസൈഡ് ചെയ്യും. അപ്പൊ ഈ സ്റ്റേറ്റ് പൊസിഷൻ കോമ്പിറ്റന്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എടുത്ത് പുതിയ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് ഗ്ലോബലൈസേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് നോക്കാം. ഇതിൽ കൂടെ നോക്കുമ്പോൾ പുറം രാജ്യങ്ങൾ, അഡ്വാൻസ്ഡ് കൺട്രീസ് അവര് സെക്ഷൻസ് ഓഫ് ദി ബാക്കിയുള്ള കൺട്രികളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറുണ്ടോ ഇല്ലയോ. ഇങ്ങനെ വരുമ്പോൾ ഇത് നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ടത് ലാറ്റിൻ അമേരിക്കയുടെ സ്റ്റേറ്റ്സില് റിസൾട്ട് SAP കാരണം വൈഡനിങ് സോഷ്യൽ ഇൻഇക്വാളിറ്റീസും ദരിദ്രവും വന്നു, ഭയങ്കരമായിട്ടുള്ള ദരിദ്രം വന്നു. അപ്പോൾ എന്ത് പറ്റും? അവർക്ക് പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരും. അതേമാതിരി തന്നെ ഇതിന്റെ ഇമ്പാക്ട് വേൾഡ് ബാങ്കിന്റെ പ്രശ്നങ്ങൾ 1989 ആഫ്രിക്കയില് അതും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതേമാതിരി 1990 വേൾഡ് ബാങ്ക് IMF എന്താ ഒരു സേഫ് ആയിട്ടുള്ള ഒരു നെറ്റ് ഉണ്ടാക്കുക, പോളിസികൾ ഉണ്ടാക്കുക. എന്തിനാ? പാവപ്പെട്ട കൺട്രികളെയും അവിടുത്തെ ആൾക്കാരെയും അഡ്ജസ്റ്റ്മെന്റില് അവരെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നെറ്റ് പോളിസി ഉണ്ടാക്കുകയാണ്. ഇതിന്റെ അൺട്രസ്റ്റ് പല കൺട്രികളിലും, ഡെവലപ്പിംഗ് കൺട്രികളിലും, ഇൻഇക്വാളിറ്റീസിലും ഒക്കെ നമ്മൾക്ക് അത് എംപ്ലോയ്മെന്റ് ലെവലിൽ അവര് എംപ്ലോയ്മെന്റിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ കൂടെയും അതിന്റെ തിയറി ഹാർഡായിട്ട് സ്റ്റഡി ചെയ്താൽ കൂടെയും അത് പ്രാക്ടിക്കലായിട്ട് എത്രത്തോളം ഇഫക്റ്റീവ് മാനർ ആയിരുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നതിന്റെ കാരണം. കോമ്പറ്റീഷൻ കൂടുതലാണ്, കോമ്പറ്റീറ്റീവ് മാർക്കറ്റാണ്. അപ്പൊ മാർക്കറ്റിന്റെ ഒപ്പത്തിനൊപ്പം ഇതിനെ ഫേസ് ചെയ്ത് കൊണ്ടുപോകാൻ അവരെ കൊണ്ട് പറ്റിയില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ വെച്ചാല് ഇതിന്റെ സോവർണിറ്റിയിൽ, സ്റ്റേറ്റിന്റെ സോവർണിറ്റിയിൽ ഇത് എങ്ങനെയാണ് എഫക്ട് ആവുന്നത്. 19-20 നൂറ്റാണ്ടിൽ സ്റ്റേറ്റ് ആണ് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ആക്ടർ ആയിട്ടുള്ളത്. അവിടെ ഇന്റർനാഷണൽ അരീനയും ഡിഗ്രി ഓഫ് ഓട്ടോണമി ഒക്കെ അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഇവരുടെ ക്ലാസിക് എംപയേഴ്സ് പതുക്കെ താഴ്ന്നത് വരാൻ അല്ലെങ്കിൽ ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി. അതേസമയം തന്നെ പുതിയ എംപയേഴ്സ് വന്നു തുടങ്ങുന്നു. അപ്പൊ ഈ ട്രാൻസ്ഫോർമേഷൻ വരുമ്പോൾ ഇവിടെ വരുന്നത് പവറും അതോറിറ്റിന്റെ മാറ്റമാണ്. ഈ മാറ്റത്തിനെയാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ വരിക. പഴയത് താന്നു പോവുക, പുതിയത് വരിക. ഇതിനെ സർട്ടൻ ടേമില് ഇന്റർനാഷണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡിസിഞ്ചർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നേഷൻ സ്റ്റേറ്റിന്റെ പൊസിഷനിലേക്ക് ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് ഡേവിഡ് ഹെൽഡ് പറയുന്നതാണ് നേഷൻ സ്റ്റേറ്റ് സോവർണിറ്റി ചാലഞ്ചസ് ആണ് അത് ഫേസ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് ഞാൻ പരാമർശിക്കുന്നത് ചാലഞ്ചാണ്. ന്യൂ വേൾഡ് എക്കോണമിന്റെ ചാലഞ്ചസ് എന്തൊക്കെയായിരുന്നു? ആ ന്യൂ വേൾഡിന്റെ ചാലഞ്ചസ് എന്താന്ന് വെച്ചാൽ ഇക്കണോമിക് ഇന്റർനാഷണൽ പ്രോസസ് ആണ്. ആ ഇന്റർനാഷണലിസം അത് പ്രൊഡക്ഷനിലും ഫൈനാൻഷ്യലിലും ഓർഗനൈസ് ചെയ്തിട്ടുള്ള MNCs, മൾട്ടിനാഷണൽ കമ്പനീസ്, MNCs, അവരുടെ പ്രൊഡക്ഷൻ, അവരുടെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആക്ടിവിറ്റീസ് വേൾഡില് നാഷണൽ ലെവലിലെ എക്കോണമീസ് ഇതൊക്കെ എഫക്റ്റ് ആവുന്നുണ്ട്. ഫൈനാൻഷ്യൽ ഓർഗനൈസേഷൻസ്, മൾട്ടി ബാങ്ക്സ് ഗ്ലോബലായിട്ട് അത് ഡെവലപ്പ് ചെയ്ത് വരികയാണ്. അതിന്റെ കൂടെ പുതിയതായിട്ട് ഒരു ടെക്നോളജി വരുന്നുണ്ട്, ഇൻഫർമേഷൻ ടെക്നോളജി, IT. അതിന്റെ ഉപയോഗം കൊണ്ട് സ്റ്റോക്സ്, ഷെയർസ് മൊബൈൽ ആവുന്നു. അങ്ങനെ ഫ്രോണ്ടിയേഴ്സ് വരുന്നു. ഇത് കൂടാണ്ട് ഫൈനാൻഷ്യൽ വേൾഡില് ഒരു എക്കോണമി അണ്ടർലെ സ്റ്റേറ്റ് എനി ലോങ്ങർ. ടെക്നോളജി അഡ്വാൻസ് ചെയ്തു, കമ്മ്യൂണിക്കേഷനില് ട്രാൻസ്പോർട്ടൊക്കെ ബൗണ്ടറീസിന് വന്നു, നാഷണൽ മാർക്കറ്റ്സ് കൊണ്ടുവരുന്നു, ഇൻഡിപെൻഡന്റ് നാഷണൽ പോളിസീസ് കൊണ്ടുവരുന്നു. അതേമാതിരി തന്നെ മാർക്കറ്റ്സ് ആൻഡ് സൊസൈറ്റിയും ഭയങ്കര സെൻസിറ്റീവ് ആണ്. കാരണം നമ്മളിപ്പോ ഷെയർ മാർക്കറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് എന്നുള്ളത് ചിലർക്ക് ഭയങ്കര അതിന് ആ സെൻസിറ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഇന്റർനാഷണൽ മാർക്കറ്റ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നു. ഇനി ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഇന്റർനാഷണൽ പോളിസി മേക്കിങ്ങിലോ
അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്സിലോ അത് അതിന്റെ കൂടെ വരുന്ന ഗവൺമെന്റ് എത്രത്തോളം ഹോം ഗവൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, അതിന് നമ്മൾ എംബൾഡ് ലിബറലിസം എന്നാണ് പറയാ. ഇവിടെ ഇതിന് സ്റ്റേറ്റിന്റെ ഇക്കണോമിക് ആയിട്ടുള്ള മാനേജേഴ്സ് അല്ലെങ്കിൽ ഇന്റർ കണക്ഷൻസ് വേൾഡുമായിട്ട് അവർ നോക്കുന്നു. ഇവിടെ അത് മാത്രമല്ല, ഇറ്റ് മസ്റ്റ് ബി പറയുകയാണെങ്കിൽ മാനേജ് ആ സിറ്റുവേഷനെ നല്ല വിധത്തിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ, അതിന് ബൗണ്ടറീസ് ഉണ്ടോ, എത്രത്തോളം റീജിയണലിസത്തിന്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റും, അത് USA ആയാലും ശരി യൂറോപ്യൻ യൂണിയൻ ആയാലും ശരി. അപ്പൊ ഇങ്ങനെ നമ്മൾ വേൾഡ് സിസ്റ്റം ഒന്ന് യൂണിഫോമിറ്റി കൊണ്ടുവരുമ്പോൾ ഈ ഡെഫിനറ്റ് ആയിട്ട് ഒരു ഐഡിയ ബിറ്റ്വീൻ രണ്ട് സോവറൻസിന് തമ്മിലുള്ള ഒരു ഐഡിയ മാറും. അതിന്റെ ഫ്യൂച്ചറിലുള്ള പോളിസികളൊക്കെ അവരായിരിക്കും, ഇന്റർനാഷണൽ ഇക്കോണമിക് ഫോഴ്സസ് ആയിരിക്കും ഡിസൈഡ് ചെയ്യുക. ഇനി ചാലഞ്ച് എന്താ? അടുത്ത ചാലഞ്ച് എന്താ? ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആണ്. അപ്പൊ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിലും വഴി ഇത് എങ്ങനെയാണ് റെഷീംസിനെ, പൊളിറ്റിക്കൽ അസോസിയേഷൻസിനെ കണക്ട് ചെയ്യുന്നത്? ട്രേഡ്, ഓഷ്യൻസ്, ഔട്ടർ സ്പേസ്, ഇതൊക്കെ കളക്റ്റീവ് പോളിസി പ്രോബ്ലംസ് ആണ്. 20ാം നൂറ്റാണ്ടിൽ നമ്മൾ കണ്ടിട്ടുള്ള 37 ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷനും ഒരു 176 ഇന്റർനാഷണൽ NGOസും ഉണ്ടായി. അതിന്റെ സെഞ്ചുറി അവരുടെ അപ്രോക്സിമേറ്റ് അവരുടെ നമ്പേഴ്സും കൂടി 300-ൽ നിന്ന് 4000-ലേക്ക് കൂടുകയും ചെയ്യുന്നു. അപ്പൊ ഇന്റർനാഷണൽ ഈ NGOസിന്റെ വർക്ക് കൂടെ വളരെ സ്പീഡപ്പ് ആയിട്ട് പോകുന്നു. ഇത് കൂടാണ്ട് ഡിസിഷൻ മേക്കിംഗ് വരുന്നുണ്ട്. അപ്പൊ ഡിസിഷൻ മേക്കിംഗ് ഇൻവോൾവ് ചെയ്യുന്നത് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ഇന്റർനാഷണൽ പ്രഷേഴ്സ് ഗ്രൂപ്പ് ഉണ്ട്, ഇന്റർനാഷണൽ ഏജൻസീസ് ഉണ്ട്, ഇന്റർനാഷണൽ പോസ്റ്റൽ യൂണിയൻ, ടെലികോം യൂണിയൻ, അതൊക്കെ നോൺ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ്. ഒരു പൊളിറ്റിക്സും അവിടെ ഇല്ല, നോൺ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് ആണ്. ഇത് കൂടാണ്ട് നമ്മൾ കാണുന്നത് കൂടുതലായിട്ട് ലാർജ് നമ്പർ ഓഫ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞാൽ വേൾഡ് ബാങ്ക്, IMF, യുനെസ്കോ, UNO, ഇതൊക്കെ ഹൈലി പൊളിറ്റൈസ്ഡ്, വർഷങ്ങളോളമുള്ള പൊളിറ്റൈസ്ഡ് സിസ്റ്റത്തിൽ വന്നിട്ട് ഇന്റേണൽ അഫയേഴ്സിലെ സ്റ്റേറ്റ്സിൽ അവർ ഇൻക്രീസ് ചെയ്യുന്നു. ഒരു ടെൻഷൻ വരികയാണ്. ടെൻഷൻ എവിടെയാ വരുന്നത്? സോവറിൻ നേഷൻ സ്റ്റേറ്റും അതിന്റെ കൺട്രോളും അതിന്റെ ഇന്റർനാഷണൽ ബോഡീസ് കേപ്പബിൾ ആയിട്ടുള്ളവർ ആരൊക്കെയാണ് ഇന്റർഫിയറിംഗില്? മാനേജ്മെന്റിന്റെയും ഇക്കോണമിയിലും പൊളിറ്റിയിലും ആരാണ് തലയിടുന്നതെന്നുള്ളതാണ് ആ പ്രസ്ഥാനം വരുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് യൂറോപ്യൻ യൂണിയൻ. ഇതിന്റെ ഒരു എക്സാമ്പിൾ, യൂറോപ്യൻ യൂണിയനെ നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് എടുക്കുന്നത്. അവരുണ്ടാക്കുന്ന പണിഷ്മെന്റ്, റെഗുലേഷൻസ്, ഡയറക്റ്റ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് പോളിസി, കോമൺ കറൻസി. നമ്മൾ കോമൺ കറൻസിനെ പറ്റിയൊക്കെ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. സാധാരണ ഒരു 10 കൊല്ലത്തിന് മുമ്പ് ഇക്കണോമിക് പ്രോഗ്രസും ഫേസിങ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ജപ്പാൻ. അപ്പൊ അവിടെ സോവർണിറ്റിയില് ഒരു ലിമിറ്റ് ഇല്ലാത്ത വിധത്തിലും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സ്റ്റേറ്റിന്റെ ഓണർഷിപ്പാണ് അവിടെ വരുന്നത്. ഇനി ഇന്റർനാഷണൽ ലോ എന്ന് വെച്ചാൽ ആഗോള തരത്തിലുള്ള ലോയാണ്. അപ്പൊ ആഗോള തരത്തിലുള്ള ലോ വരുമ്പോൾ എല്ലാ ലോയ്ക്കും പുതിയ റെഗുലേഷൻസും റൈറ്റ്സും ഡ്യൂട്ടീസും ഒക്കെ കൊണ്ടുവരും. അപ്പൊ ഇതൊന്നും ബ്ലോക്ക് ചെയ്യാണ്ട് നിർബന്ധപൂർവം അതിനെ സ്റ്റേറ്റ്സിനെ കൊണ്ട് ഒബേ ചെയ്യിപ്പിക്കുക. അപ്പൊ ട്രഡീഷണലി നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ സോവർണിറ്റി അവരുടെ ഇൻഡിവിജ്വൽസിന്റെ ആക്ടിവിറ്റീസിൽ കടന്നു വരുന്നു. സ്റ്റേറ്റ് ഏജൻസികളും അതേമാതിരി കോർട്ടിൽ അതേമാതിരി തന്നെ അവനവന്റെ കൺട്രിയിലും ഇതൊക്കെ പരാമർശിക്കുന്നു. പിന്നെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് സ്റ്റേറ്റുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഇന്റർനാഷണൽ ലോ എങ്ങനെയാണ് യൂറോപ്യൻ യൂണിയനിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത്? അത് കൺവെൻഷൻ നടത്തുന്നവര്, യൂറോപ്യൻ കൺവെൻഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെന്റൽ ഫ്രീഡംസ് 1950 ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. ഇതിൽ കൂടെ അവര് ഹ്യൂമൻ റൈറ്റ്സിന്റെ ഒരു ചാർട്ടർ തന്നെ ഉണ്ടാക്കുകയാണ്. ആ ചാർട്ടറിൽ കൂടെ അവർ എന്തൊക്കെയാണ് കളക്റ്റീവായിട്ട് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുക, ഹ്യൂമൻ റൈറ്റ്, മനുഷ്യരാശിയുടെ
അവകാശം എന്നുള്ള ലെവൽ. ആ അവകാശങ്ങൾ ഇൻഡിവിജ്വൽസിനും പ്രൊസീഡിങ്സിനും ഗവൺമെന്റ് യൂറോപ്യൻ യൂണിയൻ എങ്ങനെ അക്സെപ്റ്റ് ചെയ്തു, അവരെ യൂറോപ്യൻ കമ്മീഷൻ ഈ ഹ്യൂമൻ റൈറ്റ്സിനെ എങ്ങനെ കമ്മിറ്റി മെമ്പേഴ്സ് വഴി കൗൺസിൽ ഓഫ് യൂറോപ്പിൽ എങ്ങനെ കൊണ്ടുവന്നു എന്നുള്ളതാണ് നമ്മൾ പരാമർശിക്കുന്നത്. ഈ റിഗാർഡിൽ നോക്കുകയാണെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് 2005 ഒരു 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 പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിനെ പറയുന്നത് എന്താ വെച്ചാല് റെസ്പോൺസിബിലിറ്റി ടു പ്രൊട്ടക്ട് R2P. അപ്പൊ ഇവിടെ പറയുന്നത് UN-ന് ഒരു റൈറ്റ് ഉണ്ട് ഡൊമസ്റ്റിക് ഇന്റർഫിയർ ചെയ്യാനുള്ള, ഡൊമസ്റ്റിക് അഫയേഴ്സിൽ ഇന്റർഫിയർ ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ടെന്നാണ്. ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ വരുമ്പോൾ UN ഇടപെടും എന്നുള്ളതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഈ മെമ്പർഷിപ്പ് സ്റ്റേറ്റിന്റെയും ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ സർട്ടൺ റൈറ്റ്സും ഡ്യൂട്ടീസും ട്രിബ്യൂണൽസും ഇന്റർനാഷണൽ ട്രിബ്യൂണൽസ് ഉണ്ടാക്കുകയും അത് നെർമർഗിൽ ഉണ്ടാക്കുകയും അതിന്റെ ബേസിസിൽ ഹ്യൂമാനിറ്റേറിയൻ വാല്യൂസ് ഒക്കെ ഉണ്ടാക്കി ഒരു ഇൻഡിവിജ്വൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർ ഫോർമലായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇതിന്റെ സ്കോപ്പും ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ ഇന്റർനാഷണൽ ലോ ചേഞ്ച് ചെയ്യാണ്. അപ്പൊ ഇന്റർനാഷണൽ ലോ ചേഞ്ച് ചെയ്ത് വന്ന ശേഷം ഇവർക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഇന്റർനാഷണൽ ലെവലിലെ കോസ്മോപോളിറ്റൻ ലെവലിലാണ് ഇത് ചെയ്തു കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഗ്ലോബലൈസേഷൻ എല്ലാ സ്റ്റേറ്റും എല്ലാ ഇൻഡിവിജ്വലും ഈവൻ ഇസ്ലാമിക് ഫണ്ടമെന്റൽസ് മൂവ്മെന്റ്സും അതിനെപ്പറ്റി അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല. കാരണം അവർക്ക് അതിന് താല്പര്യമില്ല. പിന്നെ നമുക്ക് പിന്നെ കാണാൻ പറ്റുന്നത് എന്താ വെച്ചാല് ഈ ഡെവലപ്മെന്റ് ഗ്ലോബൽ സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സും അതിന്റെ ഗ്രേറ്റ് പവറും അതിന്റെ അതോറിറ്റിയും ഇന്റഗ്രിറ്റിയും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ് എസ്പെഷ്യലി മിലിറ്ററിയിലും ഫോറിൻ പോളിസിയിലും അതാണ്. കാരണം മിലിറ്ററിയും ഫോറിൻ പോളിസിയും എല്ലാ കൺട്രികളിലും ഉണ്ട്. അതിൽ വരുന്ന വ്യത്യാസം എന്താണ്? ഇവിടെ ഇന്റർനാഷണലിസം സെക്യൂരിറ്റി വരുന്നുണ്ട്, ആംഡ് ഫോഴ്സസിന്റെയും സ്റ്റേറ്റ്സിന്റെയും കമാൻഡ് വരുന്നുണ്ട്. ഇൻഡിവിജ്വലി അവർക്ക് വളരെ കുറച്ചായിട്ടുള്ള കൺട്രോളേ ഉള്ളൂ. ഇനി ഇമ്പാക്ട് നോക്കുകയാണെങ്കിൽ ഇന്റർനാഷണൽ ഫങ്ഷൻ സ്റ്റേറ്റ്സിൽ നമ്മൾ നോക്കി പോവുകയാണെങ്കിൽ ഇവരുടെ അവകാശങ്ങൾ എത്രത്തോളം നേഷൻ സ്റ്റേറ്റ്സ് എത്രത്തോളം സെൽഫ് കണ്ടെയ്ൻഡ് യൂണിറ്റ്സ് ആയിട്ട് കൊണ്ടുവരുന്നു, അതിന് ലിബറലൈസേഷൻ കൊണ്ടുവരുന്നു, നിയോ ലിബറലിസം കൊണ്ടുവരുന്നു, സ്ട്രക്ചറൽ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് കൺസെന്റ് എന്ന് പറയുന്നത്. ട്രഡീഷണലി ഇറ്റ് ഈസ് എ കൺസെന്റ്, അപ്രൂവൽ അല്ലെങ്കിൽ അക്സെപ്റ്റൻസ്. അത് വന്നു കഴിഞ്ഞാൽ ആ സോഷ്യൽ കോൺട്രാക്ട് വരുള്ളൂ. അങ്ങനെ ഇലക്ട്രൽ ഡെമോക്രസിയുടെ ബാലറ്റ് ബോക്സ് വഴിയാണ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. എല്ലാവരും ഫ്രീ ആൻഡ് ഈക്വൽ ആണെന്നുള്ളതാണ് വരുന്നതിന്റെ അർത്ഥം. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഈ അഡ്വാൻറ്റ് ഓഫ് ഗ്ലോബലൈസേഷനിൽ ഈ തിയറട്ടിക്കലി അണ്ടർപിന്നിങ് ഉണ്ടെങ്കിലും ഒരു ലിബറൽ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് അതിനൊരു റിവ്യൂ എടുക്കേണ്ട ഒരു ആവശ്യം വരും. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എത്തനിക്കായുള്ള റീഅഷുറൻസ് ആണ്. ഇതിൽ ഗ്ലോബലൈസേഷനും അസെപ്റ്റേഷൻ ചെയ്താൽ ലാംഗ്വേജ്, ട്രൈബ്, റിലീജിയൻ, എത്തനിക് ആയിട്ടുള്ള ഒരു ഹോമോജീനിയസ് നേഷൻ ബേസ്ഡ് ആയിട്ടുള്ള കോമൺ നാഷണൽ സെന്റിമെന്റ് എന്താണോ, ചർച്ചിന്റെ കൺട്രോൾ വെസ്റ്റിൽ എങ്ങനെയാണോ, കൊളോണിയൽ ഡെവലപ്പിംഗ് വേൾഡിൽ എങ്ങനെയാണോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എത്തനിക് ടൈസ് കൂടുതലായിട്ട് വരികയും നേഷൻ സ്റ്റേറ്റ്സിന്റെ പ്രോബ്ലംസ് എത്തനിക് ആയിട്ടുള്ള അസിമിലേഷൻ എടുത്ത് ചെയ്യാന്നുള്ളതാണ്. എത്രത്തോളം മൂവ്മെന്റ്സ് കൊണ്ടുവരാൻ പറ്റുമോ ഡെവലപ്പിംഗ് വേൾഡിൽ കൊണ്ടുവരിക, അതായത് കാനഡയിലൊക്കെ ഉള്ള മാതിരി അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് 3 തരത്തിലുള്ള അസർട്ടേഷൻസ് ഉണ്ട്. ഈ 3 തരത്തിലുള്ള അസർട്ടേഷനിൽ ഫസ്റ്റ് വരുന്നത് ബിലീഫ്, കൾച്ചറൽ ഐഡന്റിറ്റി, ഇക്കണോമിക് പ്രോസ്പെറിറ്റി, അതിന്റെ ആക്ടിവിറ്റിയിൽ വഴി അത് USSR. സെക്കൻഡ് ആയിട്ട് പറയുന്നത് നാഷണലിസ്റ്റ് ആസ്പിറേഷൻ, അതേമാതിരി ഫുള്ളായിട്ടുള്ള ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്ഹുഡ്, യുഗോസ്ലാവിയ. മൂന്നായിട്ട് വരുന്നത് വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഫിനോമിനയും അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് കൂടെ നോക്കുമ്പോൾ ഇവര് എക്സാമ്പിൾ ദാലിത് കണ്ടീഷൻസ് ഇന്ത്യയിൽ. അപ്പൊ ഗ്ലോബലൈസേഷനിൽ ഫസ്റ്റ് മേജർ ഫോഴ്സ് പോസ്റ്റിംഗ് സ്റ്റേറ്റിൽ നോക്കുകയാണെങ്കിൽ
എത്നിക് ഐഡന്റിറ്റീസ് വളരെ കുറവ്, സെക്കൻഡ് ലെവലിലേക്കാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിങ്ങനെ വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ചെടുക്കുമ്പോഴാണ് ഈ ഗ്ലോബലൈസേഷന്റെ കാര്യങ്ങളിലേക്ക് വന്നതും പ്രിൻസിപ്പിൾ ഓഫ് നാഷണലിസം വരുന്നതൊക്കെ ഈ കാലഘട്ടത്തിലാണ്. ഇതോടുകൂടി ഈ ചാപ്റ്റർ തീരുകയാണ്. നമ്മൾ അടുത്തതായിട്ട് ഇതിന്റെ കണ്ടിന്യൂഷൻ എന്നുള്ള ലെവലിൽ തന്നെ ചാപ്റ്റർ 13 കണ്ടംപററി ആയിട്ട് നടക്കുന്ന അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ഡിബേറ്റ്, ചർച്ചകളെ പറ്റി, ഏതിന്റെ ചർച്ചയെ പറ്റി? നേച്ചർ, സ്റ്റേറ്റിന്റെ നിലപാടിനെ പറ്റി. അപ്പൊ ഇതിലാണ് നമ്മൾ അടുത്തതായിട്ട് പരാമർശിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സെൻട്രൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതേമാതിരി തന്നെ നമ്മളുടെ ഓരോ സ്റ്റേറ്റിന് നേച്ചർ ഓഫ് സ്റ്റേറ്റ് അത് നോക്കണം. മാക്സ് വെബർ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ അനുസരിച്ച് സ്റ്റേറ്റിന് നമ്മൾ എന്താ പറയുന്നത്? ദ ഹ്യൂമൻ കമ്മ്യൂണിറ്റി that claims the monopoly of the legitimate use of physical force within a given territory. അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അവരെ കൊണ്ട് അവരുടെ പവർ കൊണ്ട് അവരുടെ ടെറിട്ടറിയിൽ ജീവിക്കുന്നവരെ കൺട്രോൾ ചെയ്യുക. വൈഡായിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത് അൺഎൻഡിങ് ഡിബേറ്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡിബേറ്റ് എന്ന് വെച്ചാൽ ചർച്ചകൾ. എന്തിനെ പറ്റിയ? എസെൻസ്, സ്റ്റേറ്റിന്റെ കൺട്രോൾ എന്താണ്, സ്റ്റേറ്റിന്റെ ജൂറിസ്ഡിക്ഷൻ എന്താണ്, എവിടെയൊക്കെയാണ് അത്, അവരെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇനി ട്രേഡിൽ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഡിബേറ്റ്, അതായത് സ്റ്റേറ്റ് ഡിബേറ്റ് 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും നടന്ന ഡിബേറ്റിനെ പറ്റിയാണ് പരാമർശിക്കുന്നത്. ആ സമയത്ത് നടന്ന തിയററ്റിക്കൽ ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സ് ഏതൊക്കെയായിരുന്നു? ക്ലാസിക്കൽ ലിബറലിസം, മോഡേൺ ലിബറലിസം എന്ന് വെച്ചാൽ കുറച്ച് വിട്ടുവീഴ്ച കൊടുക്കുക, ക്ലാസിക്കൽ പ്ലൂരാലിസം, ക്ലാസിക്കൽ മാർക്കിസം, ഇതിനെ പറ്റിയായിരുന്നു ആ കാലഘട്ടങ്ങളിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരുന്നത്. അപ്പോ ഈ ക്ലാസിക്കൽ ലിബറലിസം എന്ന് പറയുമ്പോൾ ഒരു പോളിസി എന്താന്ന് വെച്ചാല് ഈ 19-ാം നൂറ്റാണ്ടിൽ ഫിലോസഫിക്കലി പൊളിറ്റിക്കൽ പ്രോഗ്രാം ആണെങ്കിൽ കൂടെയും അതിന്റെ വാല്യൂസ് ആർ ഇൻഡിവിജ്വലിസം, റാഷണാലിറ്റി, ഫ്രീഡം, ചോയ്സ്, കോൺസ്റ്റിറ്റ്യൂഷണലിസം, പെർമിഷൻ, കൺസെന്റ്, ടോളറേഷൻ, ക്ഷമ, ഇതൊക്കെയാണ് അവിടെ ലിബറലിസത്തിൽ നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ക്ലാസിക്കൽ, മോഡേൺ, നിയോ ലിബറൽ ഷെയർസ് വരുന്നുണ്ടോ? ഇവിടെ ഒരു ഡിസഗ്രിമെന്റ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഈ ഡിസഗ്രിമെന്റ്? മോഡേൺ ലിബറലിസത്തിലും ക്ലാസിക്കൽസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്? ലിബറലിസത്തില് പൊളിറ്റിക്കലി നോക്കുകയാണെങ്കിൽ ലിബറലിസത്തില് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പൊളിറ്റിക്കൽ ഫിലോസഫി, പൊളിറ്റിക്കൽ പ്രോഗ്രാം. അപ്പോൾ അതിനാണ് നമ്മൾ ക്ലാസിക്കൽ ലിബറലിസം എന്ന് പറയുന്നത്. ക്ലാസിക്കൽ ലിബറലിസത്തിന്റെ എക്സ്പ്രഷൻ എന്താണ്? കോൺട്രാക്ച്വൽ ട്രഡീഷൻ ആണ്. ആരൊക്കെ പറഞ്ഞിട്ടുള്ളത്? തോമസ് ഹോബ്സ് പറഞ്ഞിട്ടുണ്ട്, ജോൺ ലോക്ക് പറഞ്ഞിട്ടുണ്ട്, ഇക്കണോമിക് തിയറി സ്പെഷ്യലിസ്റ്റായ ആഡം സ്മിത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ യൂട്ടിലിറ്റേറിയൻ ട്രഡീഷനിൽ വന്ന് നോക്കുമ്പോൾ ജെയിംസ് മില്ല് ഇൻഡിവിജ്വലിസ്റ്റ് തിയറിനെ പറ്റിയാണ് ജെയിംസ് മില്ല് പരാമർശിക്കുന്നത്. അപ്പൊ ഈ അസംഷൻസ്, ഇൻഡിവിജ്വൽ ആസ് എ റാഷണൽ ഈഗോയിസ്റ്റിക് ബീയിങ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവന്റെ ഫ്രീഡം, അവന്റെ ഇന്റർഫിയറൻസ് സ്റ്റേറ്റിന്റെ എത്രത്തോളം പോകുന്നു. ഇനി ഏത് വിധത്തിലുള്ള പ്രൈവറ്റ് റെലം ആയാലും വയലേഷൻ ഓഫ് ഫ്രീഡം വരുമ്പോൾ അവിടെ ലിബർട്ടീസിന്റെ, ഇൻഡിവിജ്വൽ ലിബർട്ടീസിന്റെയും ക്ലാസിക്കൽ ലിബറേഷൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ വരുന്നു. അതിനെ നമ്മൾ ജോൺ ലോക്ക് കാണുന്നത് നൈറ്റ് വാച്ച്മാൻ സ്റ്റേറ്റ് എന്നാണ്. ഈ നെഗറ്റീവ് കൺസെപ്ഷൻ സ്റ്റേറ്റിന്റെ ഐഡന്റിഫിക്കേഷൻ വരുമ്പോൾ നമ്മളൊരു ലേസിഫെയർ ക്യാപിറ്റലിസം നേരത്തെ പഠിച്ചിട്ടുണ്ടാവും. ആ പോളിസി പ്രകാരം ഇവരുടെ ലിബറൽസിന്റെ മിനിമൽ ആയിട്ടുള്ള സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി ഉള്ളവർ എങ്ങനെയാണോ ഇത് കൺട്രോൾ ചെയ്ത് പോവുക. തോമസ് പെയ്നി കൺട്രോൾ പറയുന്നു എ ക്ലാസ് എ നെസസറി ഈവൾ. അതേസമയം സ്റ്റേറ്റിനെ പരാമർശിക്കുന്നതാണ് ഒരു നെസസറി ഈവൾ എന്ന്. ഹെർബർട്ട് സ്പെൻസർ പറയുന്നു അൺഫോർച്ചുനേറ്റ് ബട്ട് നെസസറി കമ്മിറ്റി ഓഫ് മാനേജ്മെന്റ്. സ്റ്റേറ്റിനെയാണ് പരാമർശിക്കുന്നതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ ഒന്നുകൂടെ. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഓരോരുത്തരും സ്റ്റേറ്റിന്റെ ലെവൽ എന്താണ്, സ്റ്റേറ്റിന്റെ വർക്ക് എന്താണ്, ഇൻഡിവിജ്വൽ ഫ്രീഡം സാക്രിഫൈസ് ചെയ്യാണോ, കളക്ടിവിസം ചെയ്യുന്നുണ്ടോ, വെൽഫെയറിസം കാണിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇനി അതർ വേർഡ്സിൽ പറയുകയാണെങ്കിൽ നമ്മളുടെ കോൺസെപ്റ്റ് സ്റ്റേറ്റില് മെയിൻറ്റെയിനിങ് ലോ ആൻഡ് ഓർഡർ മാത്രമല്ല,
സൊസൈറ്റീനെ പ്രൊട്ടക്ട് ചെയ്യണം. എവിടെ നിന്ന്? എക്സ്റ്റേണൽ അഗ്രഷൻ വരാത്ത വിധത്തിൽ നമ്മളുടെ സൊസൈറ്റീനെ പ്രൊട്ടക്ട് ചെയ്യണം. ഇത് കൂടാണ്ട് അവർക്ക് ഒരു ലൈഫ്സ് ഉണ്ട്, ലൈഫ് ഉണ്ട്. ആ ലൈഫിന്റെ പ്രോഗ്രസ്സും എത്രത്തോളം പ്രോസ്പെരിറ്റി കൊണ്ടുപോകാൻ പറ്റും, സ്റ്റേറ്റ് മാത്രം നിന്നുകൊണ്ട് എത്രത്തോളം സെലിബ്രേഷൻസ് ചെയ്യാൻ പറ്റും, പബ്ലിക് ആൻഡ് പ്രൈവറ്റ് റെലംസിൽ കൂടെ എന്നുള്ളതൊക്കെയാണ് ക്ലാസിക്കൽ ലിബറൽസിൽ കൂടെ നമ്മൾ പരാമർശിച്ചു പോകുന്നത്. ഇവിടെ ഒരു പ്രൊമോഷൻ, ഇൻഡിവിജ്വലിന്റെ, ഒരു മനുഷ്യരാശിന്റെ സ്വന്തമായിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ ഫ്രീഡവും അയാളുടെ അവകാശങ്ങളും ഒരു ന്യൂട്രൽ മാനറിൽ കൊണ്ടുപോവുക. അപ്പോ സ്റ്റേറ്റിനും പർപ്പസ് അത് തന്നെ ആയിരിക്കണം എന്നാണ് നമ്മൾ പരാമർശിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ മോഡേൺ ലിബറലിസം. ഈ കാലത്ത് പ്രസന്റ് ആയ 19th സെഞ്ചുറിക്ക് ശേഷമുള്ള ലിബറലിസം, മോഡേൺ ലിബറലിസം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ള ലിബറൽസ് ആരൊക്കെയാണ്? DH ഗ്രീൻ, LT ഹോബ്ഹോസ്, JA ഹോബ്സൺ, ഇവരൊക്കെയാണ് ഈ സോഷ്യൽ ഡിസ്അഡ്വാൻറ്റേജസിനെ പറ്റിയും ഇൻഇക്വാളിറ്റീസ് അതോടുകൂടി അസോസിയേറ്റഡ് അതിനെ പറ്റിയും പ്രോസസ് ഇൻഡസ്ട്രിയലൈസേഷനെ പറ്റിയും ഫ്രീ മാർക്കറ്റിനെ പറ്റിയും ഒക്കെ അവര് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ക്ലാസിക്കൽ ലിബറൽസ് മാറിയല്ല മോഡേൺ ലിബറൽസ്. ഇവരുടെ കോൺസെപ്ഷ്യലൈസ് വരുമ്പോ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ കൺസ്ട്രെയിൻസ് മാത്രമല്ല ഒരു ഇൻഡിവിജ്വൽ, ബട്ട് ഇവിടെ വരുന്നത് സോഷ്യോ ഇക്കണോമിക് അതർ എനേബിളിംഗ് കണ്ടീഷൻസ്. അതെ, ബാക്കിയുള്ള കാര്യങ്ങൾ പുറത്തുനിന്നുള്ള ഉപദ്രവം മാത്രമല്ല, സോഷ്യലായിട്ടും ഇക്കണോമിക്കലായിട്ടും ഏതൊക്കെ പ്രശ്നങ്ങളാണോ അവരുടെ ലിബർട്ടി എൻജോയ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലൊന്ന് അതിനെയും നിവിള് എടുക്കുന്നു. ഈ കൺസെപ്ഷൻ ഫ്രീഡത്തിനെ മോഡേൺ ലിബറൽസ് അഡ്വക്കേറ്റ് ചെയ്യുന്നത് രണ്ട് വിധത്തിലാണ്. ഒന്ന് പോസിറ്റീവ് ആൻഡ് ആക്റ്റീവ് റോൾ എന്നുള്ള ലെവലിലാണ് അവര് അതിനെ പരാമർശിക്കുന്നത്. അതിന്റെ അവസാന ഘട്ടമായിട്ട് അവർ പറയുന്നത് എന്തായിരിക്കും? ഒരു വെൽഫെയർ സ്റ്റേറ്റ് വേണം. വെൽഫെയർ സ്റ്റേറ്റിൽ കൂടെ വേണം അവിടുത്തെ അവിടുത്തെ ആൾക്കാർ അവിടുത്തെ സിറ്റിസൺസ് ജീവിച്ചു പോക്കാൻ. ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്, സ്റ്റേറ്റിന്റെ അടുത്ത് നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വൈഡ് റേഞ്ച് ഓഫ് സർവീസസ് ആണ്. വൈഡ് റേഞ്ച് ഓഫ് സർവീസ്, നല്ലൊരു സൊസൈറ്റീനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആ വെൽഫെയർ സ്റ്റേറ്റിന്റെ ഉദ്ദേശം. എല്ലാവിധ സർവീസും ഏതിനൊക്കെ വേണം? എഡ്യൂക്കേഷന് വേണം, ഹെൽത്തിന് വേണം, സോഷ്യൽ സെക്യൂരിറ്റി വേണം, ഹൗസിങ്ങിന് വേണം. ഇതൊക്കെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതാദ്യമേ ചെയ്തു കൊടുത്താൽ മാത്രമേ അവിടെ ഒരു സിറ്റിസൺ ഒരു വെൽഫെയർ കിട്ടുന്നുള്ളൂ. അതാണ് മോഡേൺ ലിബറൽസ് പറയുന്നതിന്റെ സാരാംശം. അപ്പൊ ഈ എക്സ്റ്റെൻസീവ് റോള് എന്തൊക്കെയാണ് അവർ മാറ്റേണ്ടത്? സോഷ്യോ ഇക്കണോമിക് ഈവൽസ്, സൊസൈറ്റിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സോഷ്യോ ഇക്കണോമിക് ഈവൽസ് മാറ്റണം. അൺഎംപ്ലോയ്മെന്റ് മാറ്റണം, ദരിദ്രം മാറ്റണം, വീടില്ലാണ്ട് ഹോംലെസ്നെസ് മാറ്റണം, അസുഖങ്ങൾ വരുന്നത് സിക്നെസ് മാറ്റണം, ഇഗ്നറൻസ് അറിവില്ലാത്ത മാറ്റണം. അവരെ എല്ലാം ഒരു നല്ല വിധത്തിൽ അവർക്ക് അവയർനെസ് കൊടുക്കണം. അപ്പോൾ മാത്രമേ ഇവരുടെ ഈ സ്റ്റേറ്റിന്റെ ഇന്റർവെൻഷൻ കൊണ്ട് അവർക്ക് നല്ല വിധത്തിലുള്ള പ്രൊമോട്ട് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു ജസ്റ്റിസും കിട്ടണം, നിയമം പാലിക്കുകയും വേണം. അപ്പൊ ഈ ക്ലാസിക്കൽ ലിബറൽസും മോഡേൺ ലിബറൽസിലും കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള ഒരു ലിബർട്ടിയാണ്. ആ ലിബർട്ടി അനുഭവിച്ചാലല്ലേ അവിടുത്തെ ജനങ്ങൾക്ക് അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഇനി നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് ക്ലാസിക്കൽ ആയിട്ടുള്ള പ്ലൂറാലിസമാണ്. ഈ ക്ലാസിക്കൽ പ്ലൂറാലിസത്തിലെ ട്രഡീഷണലി ലിബറൽ ട്രഡീഷൻ ആണെങ്കിൽ കൂടിയും 19ാം നൂറ്റാണ്ടിൽ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ട് ഒരു വ്യത്യാസം വരുന്നുണ്ട്, നോഷൻ വരുന്നുണ്ട്. അബ്സല്യൂട്ട് സ്റ്റേറ്റ് എന്ന് പറയും. മെത്തഡോളജിക്കലി നോക്കിയാൽ ഈ സ്പ്രെഡിങ് ആണ് ബിഹേവിയറലിസം 1950ലും 60ലും നടന്ന പ്ലൂറാലിസ്റ്റിക് പൊസിഷൻ. ഇതിൽ കൂടെ നമ്മൾ ഗ്രൂപ്പായിട്ട്, അവരെന്താ വിശ്വസിക്കുന്നത്? ഗ്രൂപ്പായിട്ട്, ഒറ്റയ്ക്കല്ല, ഒരു ഇൻഡിവിജ്വൽ ആയിട്ടല്ല, ആർ ബിൽഡിംഗ് ബ്ലോക്ക്. പൊളിറ്റിക്സിന്റെ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ഒരു ബ്ലോക്കാണ് എല്ലാരും, ഗ്രൂപ്പ്. രണ്ടാമത് പൊളിറ്റിക്കൽ പവർ ഒരു പ്രത്യേക തരം സോഷ്യൽ ഗ്രൂപ്പിന് മാത്രമുള്ളതല്ല, എല്ലാവർക്കും വരുന്നതാണ്. മൂന്നാമതായിട്ട് സ്റ്റേറ്റിന്റെ അസോസിയേഷൻസ് ഇപ്പൊ സൊസൈറ്റിയിൽ കാണുന്ന
അസോസിയേഷൻസ് ഇൻഡിപെൻഡന്റ് ആണ്. അവരുടെ ഒറിജിനിലും അവരുടെ എക്സിസ്റ്റൻസിലും ലോയൽറ്റി, മെമ്പേഴ്സിന്റെ ലോയൽറ്റിയിലും അവരുടേതായിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് ആണ്. ആരും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്റ്റേറ്റിനെ ഒരു അസോസിയേഷൻ ഓഫ് അസോസിയേഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ജൂറിസ്ഡിക്ഷനിൽ നമ്മൾ കമ്പൽസറി ആയിട്ട് എല്ലാ ഇൻഡിവിജ്വൽസിനെയും ഗ്രൂപ്പ്സിനെയും അതിന്റെ ഗ്രൂപ്പിന്റെ അകത്തേക്ക് കൊണ്ടുവരുന്നു. ഈ ആബ്സല്യൂട്ട് ആയിട്ടുള്ള സോവർണിറ്റി അവർ എൻജോയ് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ സ്റ്റേറ്റ് എക്സസൈസ് ചെയ്ത ആ സ്പെഷ്യൽ പവേഴ്സ് അവർക്ക് കിട്ടാവുന്നതിൽ എത്രത്തോളം കോമ്പീറ്റിംഗ് ചെയ്തിട്ടുള്ള ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഉണ്ടോ അവരെ കൊണ്ട് അത് സിമ്പിൾ ആയിട്ട് ഒരു സ്റ്റേറ്റിന്റെ പർപ്പസ് അവിടെ ഒരു മീഡിയേറ്ററിന്റെ ലെവലില്, ഒരു ആക്ടിങ് മീഡിയേറ്റർ ലെവലിൽ പോവുക. ക്ലാസിക്കൽ ആയിട്ടുള്ളവർക്കും നിയോ പ്ലൂറലിസ്റ്റിനും എല്ലാം ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന ഡിസഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അതിൽ കൂടെ ഒരു മീഡിയേറ്റർ എന്ന ലെവലിൽ പോകാനാണ് ഉദ്ദേശിച്ച് പറയുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇവിടെ തന്നെ ഇമ്പോർട്ടന്റ് ഈ ക്ലാസിക്കൽ പ്ലൂറാലിസത്തിന്റെ പ്രൊപ്പോണൻസ് എന്തൊക്കെയാണ്? ഈ പ്രൊപ്പോണൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് കീ എലിമെന്റ്സ് അപ്രോച്ചിന്റെ എന്തൊക്കെയാണ് വരുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ആയിട്ട് വരുന്നത് പൊളിറ്റിക്കൽ പവർ ആണ്. പൊളിറ്റിക്കൽ പവർ അത് തുണ്ടമായി ഫ്രാഗ്മെന്റ് ആയി സൊസൈറ്റിയിൽ പോകുമ്പോൾ ഇമ്പോസിബിൾ ആയി പോകും ഒരു സിംഗിൾ ഗ്രൂപ്പിന്. അതേമാതിരി സ്റ്റേറ്റിന്റെ കൺട്രോള്, ഡൊമിനൻസ് പൊളിറ്റിക്കൽ പ്രോസസ്സിലും അതേമാതിരി കൺട്രോൾ പവർ സെന്ററിലും വരുമ്പോഴും പ്രശ്നം വരും. ഇതിന്റെ അർത്ഥം ഈക്വലി കേപ്പബിൾ ആയിട്ടുള്ള ഓർഗനൈസിങ് ഗെയിനിങ് അസസ് ആണ് ഗവൺമെന്റിന്. റോബർട്ട് റാഹൽ പറയുന്നു എല്ലാ ആക്റ്റീവ് ആയിട്ടുള്ള ലെജിറ്റിമേറ്റ് ഗ്രൂപ്പിന് പോപ്പുലേഷന് കിട്ടുന്ന ക്രൂഷ്യൽ സ്റ്റേജിൽ ഈ പ്രോസസ് ഓഫ് ഡിസിഷൻ വരുന്നു. ഇനി അടുത്ത രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് ഒരു ന്യൂട്രൽ ഇൻസ്റ്റിറ്റ്യൂഷന്മാര് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. ഇതിന്റെ പ്രോസസ്സ് ഡിമാൻഡ് ചെയ്യുമ്പോൾ ഈക്വലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഇമ്പാർഷ്യൽ വേയിലാണ്. അത് മാത്രമല്ല അവരുടെ സ്റ്റേറ്റിന്റെ ഇൻട്രസ്റ്റ് മാത്രമല്ല ഡിസ്പോസ് ചെയ്യുന്നത് ഇൻഡിസ്പെൻസിബിൾ ഫേവറബിൾ ആയിട്ടുള്ള പെർട്ടിക്കുലർ ഇൻട്രസ്റ്റും ഗ്രൂപ്പും കാണും. ഇനി ലാസ്റ്റ് ആയിട്ട് പറയുമ്പോൾ റെക്കഗ്നൈസ് ചെയ്യാണ് എക്സിസ്റ്റൻസ് മൾട്ടിപ്പിൾ പവർ സെന്റേഴ്സിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നു. റെക്കഗ്നൈസ് ചെയ്യുന്ന കാലത്തിൽ സെലിബ്രേറ്റ് ചെയ്ത് അവരുടെ ഇൻഫ്ലുവൻസിനെ പൊളിറ്റിക്കൽ പ്രോസസ്സിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഈ ക്ലാസിക്കൽ പ്ലൂറാലിസ്റ്റ് അഡ്വക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ലിമിറ്റഡ് സ്റ്റേറ്റ് ഒരു സിംപ്ലി പ്രോസസ് ആയിട്ട് വരുത്താണ്ട് അതിനെ ഡിഫറെന്റ് ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ സ്റ്റേറ്റ് നോട്ട് ഒരു ഇൻഡിപെൻഡന്റ് സോഴ്സ് ആണ് പൊളിറ്റിക്കൽ പവറിലാണെങ്കിൽ കൂടിയും അവർക്ക് അനുഭവിക്കുന്ന ഓട്ടോണമി പ്രപ്പോസ്ഡ് ആയിട്ടുള്ള മോഡേൺ സ്റ്റേറ്റിന്റെ കോൺസെപ്റ്റിൽ അവർ എൻജോയ് ചെയ്യുക എന്ന് പറയുന്നു. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ക്ലാസിക്കൽ മാർക്സിസമാണ്. ക്ലാസിക്കൽ മാർക്സിസത്തിൽ പറയുന്ന ഐഡിയോളജി ഫിലോസഫിയിൽ എന്താ പറഞ്ഞു വരുന്നത് വെച്ചാല് ഇവിടെ 19ാം നൂറ്റാണ്ടിലാണ് ഈ തോട്ട് പ്രൊവോക്കിംഗ് ക്രിട്ടിക് ലിബറൽ ക്യാപിറ്റലിസ്റ്റ് ട്രഡീഷൻ ഉണ്ടാവുന്നത്. മാർക്സിസം ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു? ക്ലാസിക്കൽ മാർക്സിസം. കാറൽ മാർക്സിന്റെ കാലഘട്ടത്തില് അങ്ങേരുടെ കൂടെയുള്ള ലൈഫ് ലോങ് അസോസിയേറ്റ് ഫെഡറിക് ഇംഗൽസിന്റെ ഇവരുടെ പ്രൈമറി അസംഷൻ ആണ് ഈ ക്ലാസിക്കൽ മാർക്സിസം. ഇതിന്റെ ബേസ് കൺസിസ്റ്റ് ചെയ്യുന്നത് എവിടെ? ഇക്കോണമിയാണ്. ഇക്കോണമി എന്ന് പറയുമ്പോൾ ഇക്കോണമിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. ഇത് ഡിറ്റർമിൻ ചെയ്യുന്നത് സൂപ്പർ സ്ട്രക്ചർ വരുന്ന കൺസിസ്റ്റിംഗ് സോഷ്യൽ, പൊളിറ്റിക്കൽ, ഇന്റലക്ച്വൽ, റിലീജിയസ്, ലീഗൽ സിസ്റ്റത്തില്. ഈ ക്ലാസ് ഡോമിനേറ്റ് ചെയ്യുന്ന വരുമ്പോഴത്തേക്കും ഒരു സൂപ്പർ സ്ട്രക്ചറായി മാറുന്നു. ഈ ബേസിസിൽ, അസംഷന്റെ ബേസിസിൽ മാർക്സും എംഗൽസും അവരുടെ വർക്കിൽ ജർമ്മൻ ഐഡിയോളജി ആൻഡ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയില് അഡ്വക്കേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് എന്താന്ന് വെച്ചാല് ഒരു ഇൻസ്ട്രുമെന്റൽ തിയറി ഓഫ് സ്റ്റേറ്റ് എന്നാണ്. അപ്പോൾ ചാലഞ്ചിങ് ആൻഡ് ലിബറൽ നോഷൻ ഓഫ് ദ സ്റ്റേറ്റ് ആസ് എ ന്യൂട്രൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷന്മാരിൽ നിന്ന് ഇവിടെ ചാലഞ്ച് ചെയ്യപ്പെടുന്നു.
ഈ ഇൻസ്ട്രുമെന്റൽ തിയറി പ്രപ്പോസ്ഡ് മാർക്സും എംഗൽസും പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഇൻസ്ട്രുമെന്റൽ തിയറിനെ ഇവര് സ്റ്റേറ്റ് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി ഒരു ക്ലാസിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നായിട്ട് അവരെ ഒരു ഇൻസ്ട്രുമെന്റ് മാതിരി അവരെ കൈകളിൽ ഇക്കോണമീനെ ഡോമിനേറ്റ് ചെയ്യുന്ന ക്ലാസിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ സെർവ് ചെയ്യാനുള്ള ഒരു പർപ്പസ് ആയിട്ട് മാറ്റാണ്. അതേമാതിരി തന്നെ ഈ എക്സിക്യൂട്ടീവ് മോഡേൺ സ്റ്റേറ്റിന്റെ കമ്മിറ്റിയില് ആ കമ്മിറ്റിയില് മാനേജിങ് ദ കോമൺ അഫയേഴ്സ് എല്ലാവർക്കും വേണ്ടിയിട്ട് അങ്ങനെ വരുമ്പോൾ ഷെയറിംഗ് ദ പൊസിഷൻ വാൽഡിമർ ലെനിൻ പറയുന്നു ദ സ്റ്റേറ്റ് ആൻഡ് ദ റവല്യൂഷനില് അങ്ങേരുടെ റൈറ്റപ്പ് അതിൽ പറയുന്നത് സ്റ്റേറ്റ് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിന്റെ ക്യാപിറ്റലിസ്റ്റ് എന്ന് വെച്ചാൽ പണം അധികാരം കൺട്രോൾ ചെയ്യുന്നവർ എന്നാണ് അർത്ഥം. അവരുടെ ഒരു ഓർഗനായിട്ട് റൂൾ ചെയ്യാൻ പാടില്ല. an organ for the oppression of one class by another എന്നായി പോകും. അപ്പൊ അതേമാതിരി റാൽഫ് മിലാൻഡ് പറയുന്നത് സ്റ്റേറ്റ് ഇൻ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി. അപ്പൊ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ പറഞ്ഞിട്ടുള്ള ഒരു 1969 ഇത് പറയുന്നത്. ഇതിന്റെ കണ്ടീഷൻ പ്രകാരം നോക്കുമ്പോൾ നമുക്ക് ഇവിടെയും പിന്നെയും ഈ കണ്ടീഷൻസ് കൂടുതലായിട്ട് പരാമർശിച്ചു പോകുന്നുണ്ട്. ക്ലാസിക്കൽ പ്ലൂറാലിസ്റ്റില് ഡോമിനന്റ് ആയിട്ടുള്ള ആർഗ്യൂ ചെയ്യുന്നത് എന്താണ്? അങ്ങേരുടെ ഡിസിഷൻ മേക്കിംഗ് പൊസിഷൻസ് മേജർ സ്ട്രക്ചേഴ്സിൽ അത് ഗവൺമെന്റ്, മിലിറ്ററി, അഡ്മിനിസ്ട്രേഷൻ, പോലീസ് ഇതൊക്കെ കൺട്രോൾഡ് ആരാ കൺട്രോൾ ചെയ്യുന്നത്? ഇക്കണോമിക് ക്ലാസ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ വെസ്റ്റേൺ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റീസ് നോട്ട് അറ്റ് ഓൾ ന്യൂട്രൽ, മീഡിയേറ്റർ അല്ല എന്നുള്ളതാണ് സോഷ്യൽ ഇൻട്രസ്റ്റിൽ പറയുന്നത്. പിന്നെ ഇതിന്റെ സൂപ്പർ സ്ട്രക്ചേഴ്സിനെ എമർജ് ചെയ്ത് മെറ്റീരിയൽ ബേസിസിൽ ഡയറക്റ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് എവിടെയാ? ഇക്കണോമിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ പവർ, ഡോമിനന്റ് ക്ലാസിന്റെ. അപ്പൊ ക്ലാസിക്കൽ ആയിട്ടുള്ള മാർക്സിസ്റ്റിന്റെ ആർഗ്യുമെന്റ് സ്റ്റേറ്റ് ഈസ് നോട്ട് ഓട്ടോണമസ്, അതിന് എക്സിസ്റ്റൻസ് ഇല്ല. പർപ്പസ് ആൻഡ് ഇൻട്രസ്റ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളവരുടെ എക്കണോമിക്കലി ഡോമിനന്റ് ക്ലാസ്സിന് വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ ഇങ്ങനെ ക്ലാസിക്കൽ മാർക്സിസം അതിൻ്റെതായ വിധത്തിൽ കൂടെ പോകുമ്പോൾ ക്ലാസിക്കൽ മാർക്സിസ്റ്റ് സ്റ്റേറ്റ് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിലെ നട്ഷെല്ലിൽ ഒരു ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു നോൺ ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു ഒപ്രസീവ് ഏജന്റ് ആയിട്ട് മാറുന്നു എന്നാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി കണ്ടംപററി ആയിട്ടുള്ള ഡിബേറ്റ്സ് നടക്കുകയാണ്. ഈ കണ്ടംപററി ഡിബേറ്റ്സ് ആ കാലഘട്ടങ്ങളിൽ നടക്കുന്നതിനാണ് നമ്മൾ കണ്ടംപററി എന്ന് പറയാം. അവിടെ നടക്കുന്ന ഡിബേറ്റ്സ് എന്തൊക്കെയാന്ന് വെച്ചാല് ഈ കോണ്ടെസ്റ്റില് ലിബറൽസ്, മാർക്സിസ്റ്റ്, പ്ലൂറാലിസ്റ്റ് ഇവരുടെയൊക്കെ കോർ വാല്യൂവിന്റെ റെസ്പെക്റ്റീവ് എന്താ വെച്ചാൽ ട്രഡീഷണൽ ഫിലോസഫീസ്, അതേമാതിരി റിവൈസ് ചെയ്തതും അപ്ഡേറ്റഡുമായ ക്ലാസിക്കൽ ലിബറൽ, മാർക്സിസ്റ്റ്, പ്ലൂറാലിസ്റ്റ് അപ്രോച്ചസ് സ്റ്റേറ്റിനോടുള്ള റെസ്പെക്റ്റീവ് ആയിട്ട് എങ്ങനെയാണ് അവര് അപ്രോച്ച് ചെയ്യുന്നതെന്നാണ് നമ്മൾ കാണുന്നത്. ഈ ക്വസ്റ്റ്യൻ സ്റ്റേറ്റിന്റെ നേച്ചർ എന്താണ്? ഡിബേറ്റ് വഴിയും ഡിസ്കഷൻ വഴിയും പോകുന്നു. അത് നിയോ മാർക്സിസം ആണോ, നിയോ പ്ലൂറാലിസം ആണോ, ഫെമിനിസം ആണോ, കമ്മ്യൂണിറ്റാരിസം ആണോ എന്നുള്ളതാണ് നമുക്ക് അടുത്തതായിട്ട് പരാമർശിക്കുന്നത്. ഇനി നിയോ ലിബറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിൽ ഫ്രീ മാർക്കറ്റ് എക്കോണമിയാണ് വർക്ക് ചെയ്യുന്നത്. ഫ്രീ മാർക്കറ്റ് എക്കോണമിയിൽ വഴി ഒരു നിയോപോളിസം 1970 ഡെവലപ്പ് ആവുന്നത്. അതിന്റെ മെത്തേഡ് അനുസരിച്ച് നോക്കുമ്പോൾ ഒരു ഇന്റർവെൻഷനിസ്റ്റ് വെൽഫെയർ സ്റ്റേറ്റ് ആണ് വരേണ്ടത്. അവിടെ ഈ സ്റ്റേറ്റിൽ കൂടെ അബ്സല്യൂട്ട് ആയിട്ട് ഉള്ള ഫിലോസഫിയും പൊളിറ്റിക്കൽ പ്രോഗ്രാം ഡോമിനന്റ് ആയിട്ട് ഇൻഡിവിജ്വലിസം ആണ്. പിന്നെ ഫ്രീ മാർക്കറ്റ് എക്കോണമി, കോമ്പറ്റേറ്റീവ് ക്യാപിറ്റലിസം, അബ്സല്യൂട്ട് ഓണർഷിപ്പ് പ്രോപ്പർട്ടി, അതേമാതിരി തന്നെ നിയോ ലിബറലിസം ലിബർട്ടി ആസ് എ പ്രൈമറി വാല്യൂ ആയിട്ട് എടുക്കുന്നു. എക്കോണമിക് ഫ്രീഡം ആദ്യത്തെ ഇമ്പോർട്ടന്റ് ആയിട്ട് അത് അവർ കാണുന്നു. നിയോ ലിബറലിസം അഡ്വക്കേറ്റ് ചെയ്യുന്നത് മിനിമം ആയിട്ടുള്ള സ്റ്റേറ്റിന്റെ ആർഗ്യുമെന്റ്, കോൺട്രാസ്റ്റ് ടു ദി ക്ലാസിക്കൽ പ്ലൂറാലിസ്റ്റ്. സ്റ്റേറ്റ് ന്യൂട്രൽ ആയിട്ട് അല്ല ചെയ്യുന്നത്, പക്ഷെ സെർവ് ചെയ്യുന്നുണ്ട്, അവരുടേതായ കാര്യങ്ങൾ സെർവ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ വെൽഫെയർ സ്റ്റേറ്റിൽ പ്രിൻസിപ്പളായിട്ട് ലിബർട്ടിയും ഇക്കണോമിക് ആയിട്ട് ക്രൈസിസും വരുന്നതിനെയാണ് നമ്മൾ എത്രത്തോളം മാർക്കറ്റ് എഫിഷ്യന്റ് ആയിട്ടും പ്രൊഡക്റ്റീവ് ആയിട്ടും ലിബർട്ടീന് ഇൻഡിവിജ്വലിന് കിട്ടുന്ന ഗ്രാനുവർ ആയിട്ടും
എത്രത്തോളം ഇൻഡിവിജ്വലിന് ഗ്രോത്തും പ്രോസ്പെരിറ്റിയും കിട്ടുന്നു, എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് അത് അവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഇതില് മാർക്കറ്റിന്റെ വെർച്യൂസ്, മാർക്കറ്റിന്റെ ബെനിഫിറ്റ്സ്, അതേമാതിരി തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള റോൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന കണ്ടീഷൻസും, എൻകറേജ്മെന്റും, പ്രൊമോഷൻ, പ്രൈവറ്റൈസേഷനെ പ്രൊമോട്ട് ചെയ്യുക, പബ്ലിക് എക്സ്പെൻഡിച്ചർ റെഡ്യൂസ് ചെയ്യുക, ടാക്സ് കട്ട് ചെയ്യുക, ഡീറെഗുലേഷൻ ചെയ്യുക, അല്ലെങ്കിൽ വെൽഫെയർ പ്രൊവിഷനെ റെഡ്യൂസ് ചെയ്യുക. ഇതൊക്കെ കോമ്പറ്റീറ്റീവ് ക്യാപിറ്റലിസം ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ സക്സസ്ഫുൾ ആകും. അതേസമയം ഒരു റോളിംഗ് ബാക്ക് എന്നുള്ള ലെവലില് സ്റ്റേറ്റിന്റെയും അല്ലെങ്കിൽ ഫ്രോണ്ടിയേഴ്സ് ഓഫ് സ്റ്റേറ്റിന്റെയും ഗ്രേറ്റർ ഓട്ടോണമി വരികയാണെങ്കിൽ, മാർക്കറ്റ് ഫോഴ്സസിലേക്ക് കൊണ്ടുവരാണെങ്കിൽ, നമ്മൾ ഈ ഐഡിയാസിനെ പറ്റി എടുത്തു പറയാൻ വരികയാണെങ്കിൽ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ മാർഗ്രറ്റ് താച്ചറിന്റെ, അതേമാതിരി റൊണാൾഡ് റീഗന്റെ, അവരുടെയൊക്കെ പ്രാക്ടിക്കൽ ഷേപ്പാണ് നിയോ ലിബറൽ പ്രോഗ്രാമില്. ഇതിൽ കൂടെ 80-ൽ ഇന്റർനാഷണൽ ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡിസൈൻ ചെയ്ത പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഇനി ഇതിൽ കൂടാണ്ട് നമ്മള് ഇത് ടാക്സേഷൻ ഏർണിങ്സ് ഒക്കെ അവരുടെ ലെവലിലാണ് വരുന്നത്. അപ്പൊ അങ്ങനെ മെയിൻ ആയിട്ട് പറയുമ്പോൾ അതിന്റെ സ്റ്റേറ്റ് മിനിമൽ സ്റ്റേറ്റിലും ലിമിറ്റഡ് ആയിട്ടുള്ള നാരോ ഫങ്ഷൻസ് വഴിയും പ്രൊട്ടക്ടിങ്, ഏതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു? എഗെയിൻസ്റ്റ് ഫോഴ്സ്, തെഫ്റ്റ്, ഫ്രോഡ്, എൻഫോഴ്സ്മെന്റ്, കോൺട്രാക്ട്സ്, അതേമാതിരി തന്നെ വയലേഷൻ, ഒരു മനുഷ്യന്റെ പേഴ്സന്റെ റൈറ്റ്സ്, ഇതൊന്നും പാടില്ല, അൺജസ്റ്റിഫൈഡ് ആണെന്നാണ് പറയുന്നത്. ഇനിയും ഞാൻ പറയാൻ പോകുന്നത് നിയോ മാർക്കിസമാണ്. നിയോ മാർക്കിസത്തില് മാർക്കിസ്റ്റിന്റെ ക്ലാസിക്കൽ അസംഷൻസ്, ഇക്കണോമിക് ഡിറ്റർമിനേഷൻ, റിഡക്ഷനിസം, അതിന്റെ ഫേവർ ആയിട്ട് വരുന്നത് എന്താ? റിലേറ്റീവ് ഓട്ടോണമിയാണ്. സൂപ്പർ സ്ട്രക്ചറിന്റെ റിലേറ്റീവ് ഓട്ടോണമിയാണ്. ഈ കാലഘട്ടത്തിൽ 20-ാം നൂറ്റാണ്ടിലാണ് ആന്റോണിയോ ഗ്രേഷ്യോ, ലൂയിസ് ആർതർ, ജോർജ് ലുക്കാസ്, ഇവരൊക്കെ ഇതില് സൂപ്പർ ഫോർമുലേഷനിലും റെപ്രസെന്റ് ചെയ്തിട്ടുള്ള പൊളിറ്റിക്കൽ കൾച്ചറൽ ഐഡിയോളജിയിലും വരുന്ന സൂപ്പർ സ്ട്രക്ചേഴ്സ് ആണ്. അവരുടെ ഓട്ടോണമി ഈസ് എന്താ പറയാ, ലൂസ്ലി ഡിഫൈൻഡ് ഡെഫിനിഷൻസിലും വരികയാണ്. അപ്പൊ ഈ മാർക്കിസ്റ്റ്, നിയോ മാർക്കിസ്റ്റിന്റെ റിലേഷനില് അവർക്ക് ആർഗ്യൂ ചെയ്യുന്ന വിധത്തിൽ ക്ലാസിക്കൽ മാർക്കിസ്റ്റ് പൊസിഷനും സൂപ്പർ സ്ട്രക്ചറിന്റെ വിദേശത്തിൽ എനി ഇൻസ്ട്രുമെന്റൽ കാറ്റഗറിയും ക്ലാസിക്കലായിട്ട് ഡോമിനന്റ് ക്ലാസ്സിൽ ആര് വരുന്നോ അവർക്കാണ് റിലേറ്റീവ്ലി ഓട്ടോണമസ് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ നിയോ മാർക്കിസ്റ്റ് അപ്രോച്ചിൽ പുക്കാനോസിന്റെ അഭിപ്രായ പ്രകാരം അങ്ങേരുടെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് പൊളിറ്റിക്കൽ പവർ ആൻഡ് സോഷ്യൽ ക്ലാസസ്. അതേമാതിരി തന്നെ ആർട്ടിക്കിൾ ഉണ്ട് ദ പ്രോബ്ലം ഓഫ് ക്യാപിറ്റലിസ്റ്റ് സ്റ്റേറ്റ് എന്ന്. അഡ്വക്കേറ്റ് ചെയ്യുന്നത് മിലാൻഡോസിന്റെ ഇൻസ്ട്രുമെന്റ്, നേരത്തെ പറഞ്ഞ ഇൻസ്ട്രുമെന്റൽ തിയറിയാണ്. ഈ തിയറി വഴി ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെയാണ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് എക്കണോമിക് സ്ട്രക്ചർ, ബട്ട് അത് എവിടെയാണ് കമ്പോസിറ്റ് ആയിട്ട് വരുന്നത്? 4 ലെവലിൽ വരുന്നുണ്ട്, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് 4 ലെവലിൽ വരുന്നുണ്ട്. 1 എക്കോണമിക്, 2 പൊളിറ്റിക്കൽ, 3 ഐഡിയോളജി, 4 തിയററ്റിക്കൽ. അപ്പൊ ഇതെല്ലാം എക്സിസ്റ്റ് ചെയ്താൽ ആ പ്ലാറ്റ്ഫോം, ആ ഫോമിനാണ് നമ്മൾ കോംപ്ലക്സ് ഫോൾ എന്ന് പറയുക. ഇതിന് റിലേറ്റീവ് ആയിട്ട് ഓട്ടോണമസ് ആണെങ്കിൽ കൂടിയും അവരുടെ പ്ലെയേഴ്സ്, അവരുടെ ഡോമിനന്റ് റോൾ അവര് ചെയ്തു വരുന്നുണ്ട്. അവരുടെ എക്കണോമിക്, സെപ്പറേറ്റ് എക്കണോമിക് എലൈറ്റീസിലും ക്യാപിറ്റലിസ്റ്റിലും ഡിഗ്രി ഓഫ് കണ്ടൻഷൻ, അല്ലെങ്കിൽ എത്രത്തോളം അവർക്ക് ക്യാപിറ്റലിസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവിടെ. അടുത്തത് നിയോ പ്ലൂറാലിസത്തിൽ കൂടെ പറയുമ്പോൾ 70-ൽ നിയോ പ്ലൂറാലിസം വരുന്നു. ഈ നിയോ പ്ലൂറാലിസ്റ്റിന്റെ അഭിപ്രായ പ്രകാരം ചാൾസ് ഗബറേത്ത് മെയിൻറ്റെയിൻ, ഇവരുടെയൊക്കെ അഭിപ്രായം പറയും എല്ലാ ഗ്രൂപ്പ്സും ഈക്വലി പവർഫുൾ അല്ല, പോളിസി മേക്കിംഗ് ഉണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്, അതേമാതിരി എല്ലാവർക്കും ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ഉണ്ട്. അതിൽ കൂടിയാണ് ക്ലിയർ അഡ്വാൻറ്റേജ് അതർ ഗ്രൂപ്പിന് കിട്ടണം എന്നുള്ളതാണ്. ഇപ്പോൾ ലിബഡോൺ പൊളിറ്റിക്സിൽ, മാർക്കറ്റ്സിൽ പറയുന്നു പ്രിവിലേജ് ആയിട്ടുള്ള ഫ്രാഗ്മെന്റഡ് സ്റ്റേറ്റില്, അതേമാതിരി ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിലും ഇത് പറഞ്ഞു പോകുന്നുണ്ട്. ഇനി ഫെമിനിസം എന്ന് വെച്ചാൽ സ്ത്രീകൾക്കുള്ള ഒരു ഇമ്പോർട്ടന്റ് ഓപ്പറേഷൻ മാറ്റി എടുക്കുക എന്നുള്ള ആ മൂവ്മെന്റ് വരികയാണ്. ആ മൂവ്മെന്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ
ഫെഡറലിസത്തില് 1960 കൂടുതലായിട്ട് റാഡിക്കൽ ഫെമിനിനിസം വരികയും അവർ ചാലഞ്ച് ചെയ്യും, ട്രഡീഷണൽ ഡെഫിനേഷനിലൊക്കെ അവർ ചാലഞ്ച് ചെയ്ത് കണ്ടിന്യൂ ചെയ്തെടുക്കുന്നു. കമ്മ്യൂണിറ്റാരിസം ആൻഡ് മൾട്ടി കൾച്ചറലിസത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ ഒരു 1980 ഈ ഫിലോസഫി വരികയും ഇതിനെപ്പറ്റി ഇവർ മൾട്ടി ലെവലില് പല മൾട്ടി കൾച്ചർ ലെവലിൽ കമ്മ്യൂണിറ്റീസ് ഒരുമിച്ച് വരണം, അല്ലെങ്കിൽ ഒരുമിച്ച് ഓട്ടോണമസ് ഇൻഡിവിജ്വൽസ് എല്ലാം മൾട്ടി ഫോക്കസ് കൾച്ചറലിസം വഴി എടുക്കണമെന്ന് പറഞ്ഞ് ഈ ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള റൈറ്റ്സും ഡിഫറൻഷിയേറ്റഡ് റൈറ്റ്സും ഒക്കെ നമ്മൾ പറഞ്ഞു പോവുകയാണ്. അതാണ് ഈ മൾട്ടി. നന്ദി, നമസ്കാരം.